ആരാണ് ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. هل أتاك حديث موسى إذ ناداه ربه بالوادي المقدس طوى اذهب إلى فرعون إنه طغى فقل هل لك إلى أن تزكى وأهديك إلى ربك فتخشى فأراه الآية الكبرى. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുകയാണ്, ലോകം കണ്ട ഏകാധിപത്യമാകുന്ന ഭരണം നടത്തിയതായ വ്യക്തിയല്ലയോ ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി. ഏകാധിപതിയായി സ്വേച്ഛാധിപതിയായി ഭരണം നടത്തിയതായ വ്യക്തിത്വമല്ലയോ അവനൊരു സാധാരണക്കാരനല്ല. ഇന്നും ഫിർഔനിൻ്റെതാകുന്ന പ്രവർത്തനങ്ങളാണ് ഭരണകർത്താക്കൾ അവരുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുന്നത്. മോശപ്പെട്ട ഭരണം നയിക്കുന്നവർ ലോകത്തിന്റെ പല കോണുകളില്ലേ, ലോകത്തിന്റെ പല ഭാഗങ്ങളില്ലേ, ആ ഭരണാധികാരികൾ മുഴുവനും ഭരണം നടത്തുന്നത് ഫിർഔൻ ലോകത്തെ കാഴ്ചവെച്ചതായ മാതൃകയാണ്. ആരാണ് ഫിർഔൻ? ഇന്ന ഫിർഔന അലാ ഫിൽ അർദ് വജഅല അഹ്ലഹാ ശിയആ. ഈ ലോകത്തെ ഏറ്റവും അഹങ്കാരിയായി ധിക്കാരിയായി നിലകൊണ്ടതായ ഭരണാധികാരിയത്രേ ഫിർഔൻ എന്ന പരിശുദ്ധമായ ഖുർആൻ. ഏറ്റവും വലിയ അഹങ്കാരിയും ധിക്കാരിയുമായിരുന്നു. എന്താണ് അഹങ്കാരം എന്ന് പറഞ്ഞാൽ? അൽ കിബറു ബത്റുൽ ഹഖി വ ഗംതുൻ നാസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹഖിനെ ഒളിപ്പിച്ചു വെക്കുക, മറച്ചു വെക്കുക, സത്യത്തെ മറച്ചു വെക്കുക. അതാണ് എന്ത് പറയുക? കിബർ എന്ന് പറയുന്നത്. സത്യം അറിഞ്ഞാൽ അത് വിശ്വസിക്കൂല, അതിനെ പരിപൂർണമായി മൂടി വെക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അതാണ് കിബർ, അഹങ്കാരം. മൂസാ നബി അലൈഹിസ്സലാം സത്യമാണ്, അള്ളാഹു സത്യമാണെന്നറിയാം, പക്ഷെ ആ സത്യത്തെ മൂടി വെക്കാൻ വേണ്ടി കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ട് നടന്നു. ഏകാധിപതിയും ഛത്രാധിപതിയുമായ ഭരണം നടത്തി ഞാനാണ് റബ്ബ് എന്ന് വാദിച്ചുകൊണ്ട് നിലകൊണ്ടു ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി. മനസ്സിലാക്കണം, ഈജിപ്തിലെ അക്കാലഘട്ടത്തിലേതാകുന്ന ഭരണാധികാരികൾക്ക് നൽകപ്പെടുന്ന സ്ഥാനപ്പേരാണ് ഫിർഔൻ എന്നുള്ളത്. എല്ലാ ഫിർഔനും എന്തല്ല? ലഅനത്തുല്ലാഹി അലൈഹി അല്ല, ശപിക്കപ്പെട്ടവരല്ല. ചില ഭരണാധികാരികൾ തന്നെ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ച, പ്രവാചകന്മാരെ കൊണ്ട് വിശ്വസിച്ച നല്ല ഭരണാധികാരികൾ ഫറവോമാരും ഉണ്ടായിട്ടുണ്ട്. ഈജിപ്തിലെ അക്കാലഘട്ടത്തിലേതാകുന്ന ഭരണാധികാരികൾക്ക് നൽകപ്പെടുന്ന ഒരു സ്ഥാനപ്പേരാണ് ഫിർഔൻ. മനസ്സിലാക്കി, മൂസാ നബി അലൈഹിസ്സലാമിനെ കൊണ്ട് അവിശ്വസിച്ചതാകുന്ന ഈ ഫിർഔൻ, അവന്റെ പേരാണ് റസാസ്യം, റംസീസ് രണ്ടാമൻ എന്നാണ് ചരിത്രത്തിൽ അവനെ രേഖപ്പെടുത്തിയിരുന്നത്. നിങ്ങൾക്കറിയില്ലേ, ഈജിപ്തിൽ പോയിട്ടുള്ളവരുണ്ടോ ഈ സദസ്സിൽ? ഈജിപ്തിൽ പോയിട്ടുള്ളവർക്കറിയാം, അവിടെയുള്ളതാകുന്ന ടെക്സ്റ്റൈൽസ് ഷോപ്പുകൾ, അവിടെയുള്ളതാകുന്ന കടമുറികൾക്ക് 70% കടകൾക്ക് പേരുള്ളത് ഇപ്പോഴും. വർഷം എത്രയോ കഴിഞ്ഞു, 3000-4000 വർഷങ്ങൾ കഴിഞ്ഞിട്ട് പോലും ഫിർഔനിൻ്റെതാകുന്ന പേര്, അവന്റെ പേരാണ് പല കടകൾക്കും ഇപ്പോഴും ഇട്ടിരിക്കുന്നത്. മുസ്ലിം ഭരണ പ്രദേശമാണ് ഈജിപ്ത് ഇപ്പോൾ. എന്നിട്ട് പോലും അവിടെയുള്ള ടെക്സ്റ്റൈൽസ് ഷോപ്പുകൾക്ക് ഈജിപ്തിൽ ഒരു കാലഘട്ടത്തിൽ ഭരണാധികാരിയായി അവിടെയുള്ള ആളുകളെ കൈവെള്ളയിലിട്ടുകൊണ്ട് അമ്മാനമാടി വിറപ്പിച്ചിരുന്നതാകുന്ന ഫിർഔനിന്റെ യഥാർത്ഥ പേര് റസാസ്യം, റംസീസ് രണ്ടാമൻ എന്ന് തുടങ്ങുന്ന പേരുകൾ എത്രയോ ടെക്സ്റ്റൈൽസ് ഷോപ്പുകൾക്ക് ഇപ്പോഴും ഉണ്ട് എന്നുള്ള വസ്തുത അറിയണം. അപ്പൊ എത്രത്തോളം സ്വാധീനം അവൻ ചെലുത്തിയിട്ടുണ്ട് വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞിട്ട് എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ നല്ലതുപോലെ മനസ്സിലാക്കണം. ആളൊരു നിസ്സാരക്കാരനായിരുന്നില്ല, സാദാ സീത ഒരു വ്യക്തിയായിരുന്നില്ല. അവനെ പോലെ ഒരു തെമ്മാടിയും ധിക്കാരിയും അഹങ്കാരിയുമായ ഒരു ഭരണാധികാരി ഇതുവരെ വന്നിട്ടുമില്ല, ഇനി വരികയുമില്ല. അതാണ് ഞാൻ പറയുന്നത്. അവരിൽ നിന്നാണ് എല്ലാ തെമ്മാടിത്തരങ്ങളുടെയും തുടക്കം, എല്ലാ അഹങ്കാരത്തിന്റെയും സ്വേച്ഛാധിപത്യത്തിന്റെയും തുടക്കം അവരിൽ നിന്നാണ്. ഖുർആൻ പറയാൻ
ഇന്നിപ്പോ ഡിവൈഡ് ആൻഡ് റൂൾ എന്നുള്ള തസ്തികയിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്നുണ്ട്. ഭിന്നിപ്പിച്ച് ഭരിക്കുക. അതിലേക്ക് നമ്മുടേതാകുന്ന ഭരണങ്ങളും ഇന്ത്യ രാജ്യത്തിന്റെ പ്രത്യയശാസ്ത്രവും ഒക്കെ ആ രീതിയിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഭരിക്കുക, പല തട്ടുകളാക്കി ഭരിക്കുക. മണിപ്പൂർ അതിനൊരു ഉദാഹരണം മാത്രമാണ്. കഴിഞ്ഞ മെയ് 4-ാം തീയതി അവിടെ നടന്നതാകുന്ന സംഭവ വികാസങ്ങൾ പാവപ്പെട്ടതാകുന്ന സ്ത്രീകളെ വസ്ത്രാഭിഷേകം നടത്തിയിട്ട് പരസ്യമായി നടുറോഡിലൂടെ നടത്തിയിട്ട് അവരുടേതാകുന്ന രഹസ്യമാക്കപ്പെട്ടതാകുന്ന ശരീരത്തിന്റെ അവയവങ്ങളിലേക്ക് കയറി പിടിച്ച് അവരെ വല്ലാതെ മൃഗീയമായി പ്രയാസപ്പെടുത്തി നിഷ്ഠൂരമായി മർദ്ദിക്കുകയും അവരുടേതാകുന്ന ശരീരത്തിൻ്റെതാകുന്ന രഹസ്യാവയവങ്ങൾ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവരുടേതാകുന്ന ഏറ്റവും വിലപ്പെട്ടതാകുന്ന കനപ്പെട്ട മാനത്തെ പരിപൂർണമായി വില പറഞ്ഞുള്ള പരസ്യമായി ആളുകൾ കൂട്ടം കൂടി റോഡിലൂടെ പെണ്ണുങ്ങളെ തുണിയില്ലാതെ നടത്തിച്ചിട്ട് അവരുടേതാകുന്ന ശരീരത്തിൻ്റെതാകുന്ന സീക്കട്ടാക്കപ്പെട്ട ഭാഗങ്ങളിൽ പിടിച്ച് രസിച്ചവരെ പ്രയാസപ്പെടുത്തുന്നതായ ചിത്രങ്ങൾ, വീഡിയോ ചിത്രങ്ങൾ ഇവിടെ പ്രചരിച്ചു. അത് പ്രചരിച്ചത് 2 മാസങ്ങൾക്ക് ഇപ്പുറമാണ്. കാരണം 2 മാസത്തോളം ഇന്റർനെറ്റ് വിച്ഛേദിക്കപ്പെട്ടിരുന്നു മണിപ്പൂർ എന്നുള്ള വസ്തുത എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഇങ്ങനെ അവിടെയുള്ളതാകുന്ന വിഷയങ്ങളെ കുറിച്ച് മിണ്ടാനോ മിണ്ടിയപ്പോൾ തന്നെ വേണ്ട രീതിയിൽ അതിനുള്ള നടപടിയെടുക്കാനോ കേവലം ഒരു പറച്ചിലപ്പുറം ഇതൊക്കെ ഒരു രാഷ്ട്രീയത്തിന്റെ തന്ത്രമായി മെനഞ്ഞുകൊണ്ട് നിലനിൽക്കുന്നതല്ലാതെ ജനങ്ങളെ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന നിലയിലേക്ക് ഭിന്നിപ്പിച്ച് ഭരിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ തന്ത്രത്തിലേക്ക് ഇന്ത്യ രാജ്യത്തിൻ്റെതാകുന്ന അവസ്ഥാവിശേഷം തന്നെ മാറി മറിഞ്ഞു എന്നുള്ളത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അറിയണം. ഇത് എവിടെ നിന്നാണ് വന്നത്? ഇത് ഇന്നലകൾ തുടങ്ങിയതല്ല. ഇത് ഫിർഔനാണ് ഇതിന് തുടക്കം കുറിച്ചത് എന്ന് പരിശുദ്ധമായ ഖുർആൻ പഠിക്കണം. നമ്മൾ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ ഈ സംഭവം ആദ്യമായി തുടങ്ങിയത് ജനങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ട് ഭരിപ്പിക്കുന്നതാകുന്ന ഒരു ശൈലി ആദ്യമായി ലോകത്ത് കാഴ്ചവെച്ചത് ഫിർഔന. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന ഫിർഔന അലാ ഫിൽ അർദ് വജഅല അഹ്ലഹാ ശിയആ. ലോകത്തെ ഏകാധിപതിയായി, സ്വേച്ഛാധിപതിയായി, അഹങ്കാരിയായി, ധിക്കാരിയായി ഭരണം നടത്തിയെന്ന് മാത്രമല്ല, വജഅല അഹ്ലഹാ ശിയആ. ഖിബ്തി വംശജരായി, ഇസ്രായേലി ജനതയായി ജനങ്ങളെ മാറ്റി നിർത്തുകയാണ്. ഒരു ഭാഗത്ത് സവർണ മേധാവിത്വം കാണിക്കുകയാണ് ഫിർഔൻ. അവർണരെയും ദലിത വിഭാഗങ്ങളെയും പിന്നോക്ക വിഭാഗങ്ങളെയും തള്ളുകയാണ്. സമ്പത്തിന്റെ ഉത്തുംഗതയിലേക്ക് കയറുകയാണ് ഫിർഔൻ. സമ്പത്തില്ലാത്തവരുമായി ചർച്ചയില്ല, സമ്പത്തില്ലാത്തവരുമായി വർത്തമാനമില്ല. സമ്പത്തില്ലാത്തവരുമായിട്ട് യാതൊരുവിധ വർത്താനം തന്നെ ഇല്ല. ഒരിക്കലും മൂസാ നബി അലൈഹിസ്സലാമും ബഹുമാനപ്പെട്ട ഹാറൂൻ നബി അലൈഹിസ്സലാമും ഇസ്ലാമികമാകുന്ന ദർശനം പറയാൻ വേണ്ടി അവൻ്റെതാകുന്ന കൊട്ടാരത്തിനുള്ളിലേക്ക് കടന്നു വന്നപ്പോൾ തന്നെ അവൻ പറഞ്ഞു, ഇവരുടെ കയ്യിൽ വളയില്ലേ? അസ്ഫിറത്തും മിൻ ദഹബിൻ. സ്വർണത്തിനാലുള്ള വള അവരുടെ കൈവശമില്ലാത്തതെന്ത്? സ്വർണത്തിന്റെ വളയുള്ളവർക്ക് അകത്തേക്ക് കടക്കാൻ പറ്റൂ. അവൻ്റെതാകുന്ന കൊട്ടാരത്തിനുള്ളിലേക്ക് കടക്കണമെങ്കിൽ കയ്യിൽ നല്ല സ്വർണത്തിന്റെ വള വേണം എന്ന് പറഞ്ഞാൽ നല്ല കാശും പുത്തമ്പണം ഉള്ളവന് മാത്രം മതി വർത്താനം, അല്ലാത്തവനൊക്കെ മാറ്റി നിർത്തുകയാണ്. ഖുർആനാണ്. അസ്ഫിറത്തും മിൻ ദഹബിൻ. ഇവരുടെ കൈവശം സ്വർണത്തിൻ്റെതാകുന്ന വളയില്ലേ. മൂസാ നബി അലൈഹിസ്സലാമും ഹാറൂൻ നബി അലൈഹിസ്സലാമും പരിശുദ്ധമായ ദീനിൻ്റെതായ ദഅവത്തുമായി ഫിർഔനിൻ്റെതാകുന്ന അകത്തളത്തിലേക്ക് അവന്റെ കൊട്ടാരത്തിനുള്ളിലേക്ക് കയറി ചെന്നപ്പോ അവൻ ജനങ്ങളോട് ചോദിക്കുകയാണ്, സ്വർണത്തിന്റെ വള എന്തേ ഇവരുടെ കൈവശമില്ലാത്തത്? ഇത്തരത്തിലുള്ള ആളുകൾ എന്തിനാണ് എന്റെ അടുക്കലേക്ക് സമ്മതം നൽകിയത്, എന്നെ കാണാൻ വേണ്ടി കടന്നു വരുന്നത്? ഈ രീതിയിൽ അധർമ്മം വാഴ്ത്തിക്കൊണ്ട് ഏറ്റവും വലിയതാകുന്ന സവർണ മേധാവിത്വത്തിന്റെ ഉടമയായി ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പിച്ച് ഭരിച്ചവനായിരുന്നു ഫിർഔൻ എന്ന് പരിശുദ്ധമായ ഖുർആൻ. يستضعف طائفة منهم അതിലുള്ള ഒരു വിഭാഗങ്ങളെ, പാവപ്പെട്ടതാകുന്ന ഒരു വിഭാഗത്തെ തളച്ചിടുകയാണ്. അവർണരായ ആളുകളെ, മോശപ്പെട്ടതാകുന്ന ആളുകളെ, സമ്പത്തിൽ ഉത്തുംഗതയിലേക്ക് ഒരു നിലയ്ക്കും എത്താത്തതാകുന്ന പാവങ്ങളെ അവിടെ അടിച്ചമർത്തിക്കൊണ്ട് ജീവിച്ചിരുന്നു ഫിർഔൻ എന്ന പരിശുദ്ധമായ ഖുർആൻ. യുദബ്ബിഹു അബ്നാഅഹു
അബ്നാഅഹും വയസ്തഹീ നിസാഅഹും. ആ നാട്ടിലുള്ളതാകുന്ന പാവപ്പെട്ടതാകുന്ന കുട്ടികൾ ആൺകുട്ടികളാണ് ജനിച്ചതെന്നറിഞ്ഞാൽ തനിക്ക് എതിരായി കൊണ്ട് അധികാരത്തിന്റെ പരമോന്നത പദവിയിലേക്ക് ആൺകുട്ടി കടന്നു വരുമെന്ന് ജോത്സ്യൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മൂസാ പ്രവാചകരെ ഒന്ന് കണ്ടെത്താൻ വേണ്ടിയുള്ള പരിശ്രമത്തിന്റെ പേരിൽ ലക്ഷക്കണക്കിന് കുട്ടികളെ കൊന്നൊടുക്കുകയാണ്. ആയിരക്കണക്കിന് മക്കളെ കൊന്നൊടുക്കുകയാണ്. ആൺകുട്ടികൾ ജനിച്ചു വീണാൽ അവരെ പച്ചയോടുകൂടി കത്തിക്കുകയാ. നഊദു ബില്ലാഹ്. അവരുടെ തല കൊയ്തെടുക്കാനുള്ള ഓർഡറാണ്. യുദബ്ബിഹു അബ്നാഅഹും. ആ നാട്ടിലുള്ളതാകുന്ന ആൺകുട്ടികളെ മുഴുവനും നിഷ്ഠൂരമായി കൊല ചെയ്യുകയാണ്, അറുകുല നടത്തുകയാണ്, അറുത്തുകളയാണ്. കഴുത്തറത്തങ്ങ് കൊന്നേക്കാൻ പറയും ചെറിയ കുട്ടികളെ. ജനിച്ചു വീണതുള്ളൂ, ആൺകുട്ടിയാന്നറിഞ്ഞാൽ എനിക്ക് ദോഷം ചെയ്യുമെന്ന് കണ്ടിട്ട് കുട്ടികളെ അറുത്തൂല്ല. ഒന്നും രണ്ടും അല്ല, ലക്ഷക്കണക്കിന് കുട്ടികളെ കൊന്നുകളഞ്ഞു ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി. ഖുർആൻ പറയാം, തീർന്നില്ല. സ്ത്രീകളെ ജീവിക്കാൻ വിടുന്നുണ്ട്, പക്ഷേ അവർക്ക് യാതൊരുവിധ അടിസ്ഥാനവുമില്ല, അവരോട് യാതൊരുവിധ മമതയുമില്ല. അവരുടേതാകുന്ന മാനത്തിന് വില പറയാൻ, സമ്പത്ത് കൊടുത്തിട്ട് മാനത്തിന് വില പറയാൻ അതിന് ചെറുപ്പക്കാരെ അതിനുവേണ്ടി തയ്യാറാക്കി വിടുന്നു. അവന്റെ തന്നെ പട്ടാളങ്ങളെ, അവന്റെ കിങ്കരന്മാരെ അതിനുവേണ്ടി തയ്യാറാക്കി വിടാൻ 10,000-കണക്കിന് പട്ടാളം. ലോകത്തെ ഏറ്റവും വലിയ ഫസാദ് ഉണ്ടാക്കിയവനവനാണ്. ഇന്നഹു കാന മിനൽ മുഫ്സിദീൻ. അവൻ ഫസാദ് ഉണ്ടാക്കുന്നവനാണ്. അല്ലാഹു പറയാൻ അവനേക്കാൾ വലിയ ഫസാദ് വേറെയില്ല. അത്ര വലിയ മോശപ്പെട്ടവനായിരുന്നു അവനെന്ന് പരിശുദ്ധമായ ഖുർആൻ. ഇദ്ഹബ അൻത വറബ്ബുക ഫഖാതിലാ ഇന്നാ ഹാഹുനാ ഖായിദൂൻ. ബഹുമാനപ്പെട്ടതാകുന്ന മൂസാ നബി അലൈഹിസ്സലാം അവന്റെ സമുദ്രത്തിലേക്ക് കടന്നു ചെന്നുകൊണ്ട് പരിശുദ്ധമായ പ്രബോധനത്തിന് വേണ്ടി തയ്യാറായി. അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കണമെന്ന് ഹാറൂൻ നബി അലൈഹിസ്സലാമിനോടൊപ്പം ചെന്നുകൊണ്ട് പറഞ്ഞപ്പോ അവനെ കളിയാക്കുകയാണ്, തമാശിക്കുകയാ. ബഹുമാനപ്പെട്ടതാകുന്ന മൂസാ പ്രവാചകരോട് അവൻ മോശമായ രീതിയിൽ പെരുമാറുകയാണ്. അല്ലയോ മൂസാ നബിയെ, അല്ലയോ മൂസാ പ്രവാചകരെ, നിങ്ങൾ എന്റെ അടുക്കലേക്ക് ദഅവത്തുമായി കടന്നു വരേണ്ടതില്ല. നിങ്ങളെ കൊണ്ട് ഞാൻ അവിശ്വസിക്കുകയാ. അന റബ്ബുകുമുൽ അലാ. അവൻ ലോകത്തോട് വിളിച്ചു പറയുകയാണ്, ഏകാധിപത്യത്തിന്റെ ഭരണം നടത്തിയെന്ന് മാത്രമല്ല, നാട്ടിലുള്ളതാകുന്ന ആൺകുട്ടികളെ മുഴുവനും കുഴിച്ചു മൂടിയെന്ന് മാത്രമല്ല, അവിടെയുള്ള പെൺകുട്ടികളെ മോശമാക്കി ചിത്രീകരിച്ചു എന്ന് മാത്രമല്ല, സമ്പത്ത് മുഴുവനും കണ്ടുകെട്ടി എന്ന് മാത്രമല്ല, അഹങ്കാരത്തിന്റെ ധിക്കാരത്തിന്റെ വർത്തമാനത്തിന്റെ പരമോന്നത വർത്തമാനം അവൻ ലോകത്തോട് വിളിച്ചു പറയുകയാണ്. അന റബ്ബുകുമുൽ അലാ മാലകും മിൻ ഇലാഹിൻ ഗൈരി. പരിശുദ്ധമായ ഖുർആനിൽ പല സ്ഥലങ്ങളിലായി അല്ലാഹു രേഖപ്പെടുത്തുകയാണ്. അവൻ ജനങ്ങളോട് വിളിച്ചു പറഞ്ഞു അത്രേ, യാ അയ്യുഹൽ മലഉ, അല്ലയോ ഇസ്രായേലി ജനതേ, നിങ്ങൾ എന്നെ അറിയണേ, മാലകും മിൻ ഇലാഹിൻ ഗൈരി. ഞാനല്ലാതെ ഒരു ഇലാഹില്ല, ഞാനല്ലാതെ ഒരു ആരാധ്യ പുരുഷനില്ല, ഏകൻ ഞാനാണ്, ഞാനല്ലാതെ റബ്ബ് മറ്റൊരാളില്ല. അന റബ്ബുകുമുൽ അലാ, ഏറ്റവും ഉന്നതനായ റബ്ബ് ഞാനാണ്. ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ, ജഗന്നിയന്താവായ, പരിപാലകനായ, സർവേശ്വരനായ, സർവാധിപതിയായ, സർവലോക സൃഷ്ടിപ്പിൻ സംഹാരകർത്താവായ ഏകൈക വ്യക്തി ഞാൻ മാത്രമാ. എന്നെ വെല്ലാൻ ഒരാൾക്കും കഴിയുകയില്ല. അവന്റെ വാക്കാണ്, അവൻ പറഞ്ഞ ഡയലോഗ്. അല്ലാഹു പറയാൻ, അന റബ്ബുകുമുൽ അലാ, ഏറ്റവും വലിയ റബ്ബ് ഞാനാണ്, രക്ഷിതാവ് ഞാനാണ്. ലോകത്ത് ആരെങ്കിലും പറഞ്ഞ വാക്കാണിത്? ഇന്ന് ജീവിച്ചിരിക്കുന്ന ഭരണാധികാരികൾ പറഞ്ഞിട്ടുണ്ടോ? ഈ രീതിയിൽ ധൈര്യപ്പെട്ടവരുണ്ടോ? തീർന്നില്ല. അവൻ പറയുകയാണ്, യാ ഖൗം, അല്ലയോ സമൂഹമേ, വഖാല ഫിർഔനു ലിഖൗമിഹി. ഫിർഔൻ തന്നെ സമൂഹത്തെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, അല്ലയോ സമൂഹമേ, ഈ മിസ്ർ എന്ന് പറയുന്ന പട്ടണം എന്റെ അധികാരത്തിലാണ്. ഞാൻ അറിയാതെ ഒരു ഇല ചലിക്കുകയില്ല കേട്ടോ, ഞാൻ അറിയാതെ ഒരു മണൽത്തരി പോലും ഇളകുകയില്ല കേട്ടോ. വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി. ഈ ഭൂമിയിലൂടെ നടക്കുന്നതായ, ഈ പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ഈജിപ്തിന്റെ മണ്ണിലൂടെ ഒഴുകുന്നതായ ലോകത്തെ
ഏറ്റവും മനോഹരമായ നദിയില്ലേ, നൈൽ എന്ന് പറയുന്ന സുന്ദരമായ നദിയില്ലേ, ആ നൈൽ നദി ഒഴുകുന്നത് എന്റെ അധീനതയിലാണ്, എന്റെ കാൽച്ചുവട്ടിലാണ്. ലോകത്ത് ഒരു ഭരണാധികാരിയും പറയാത്ത വാക്കാണ്. ആരെങ്കിലും പറയാറുണ്ടോ? എന്റെ അധീനതയിലാണ് ഗംഗ ഒഴുകുന്നത്, എന്റെ അധീനതയിലാണ് യമുന ഒഴുകുന്നത്, എന്റെ അധീനതയിലാണ് ഭാരതപ്പുഴ ഒഴുകുന്നത്. പറയാറുണ്ടോ? ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ? ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. ഒരാള് പറയാനും മുതിർന്നിട്ടില്ല. പക്ഷെ ഫിർഔന് മുതിർന്നു. അതാണ് മനസ്സിലാക്കേണ്ടത്. എന്റെ അധീനതയിലാണ് ഇതൊക്കെ പോകുന്നത്. ലോകത്തെ ഏറ്റവും നീളം കൂടിയ നദിയാണ് നൈൽ നദി. അതിന്റെ ഉത്ഭവം ഇന്നും ശാസ്ത്രം കണ്ടെത്തിയിട്ടില്ല. പലതും പറയുന്നുണ്ടെങ്കിലും യാഥാർത്ഥ്യം ഇന്നും അതിന്റെ ഉത്ഭവം കണ്ടെത്തിയിട്ടില്ല. അതിന്റെ ഉത്ഭവം അർശിന്റെ താഴ്ഭാഗത്ത് നിന്നാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അവിടെയാണ് ദീൻ പഠിക്കൽ. ഇവിടെ നിരീശ്വരവാദികളും യുക്തിവാദികളും ഒക്കെ തളം കെട്ടി നിൽക്കുന്ന ലോകത്താണ് നമ്മൾ നിലകൊള്ളുന്നത്. പരിശുദ്ധ പ്രവാചകൻ പറയുന്നു, പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന നൈൽ നദിയുടെ ഉത്ഭവം, അതിന്റെ തുടക്കം, എല്ലാ നദിക്കും ഒരു തുടക്കമുണ്ട്. എവിടുന്നാണ് അത് ഉത്ഭവിക്കുന്നത്? ഇന്ന നദി, നമ്മുടെയൊക്കെ നാട്ടിൽ ഒഴുകുന്ന നദി, അതിന്റെ തുടക്കം എവിടെ? എല്ലാവർക്കും അറിയാം. പക്ഷെ ഈ നദിയുടെ തുടക്കം എവിടുന്നാണെന്ന് ഇന്ന് വരെ ശാസ്ത്രം കണ്ടെത്തിയിട്ടില്ല. ഇത്രയേറെ വികസിച്ചു 2023 ചന്ദ്രയാനെ വീണ്ടും അയച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ നിലയ്ക്കും വലിയതാകുന്ന വിക്ഷേപങ്ങൾ നടത്തിയിരിക്കുന്നതാകുന്ന ആളുകൾ ഇവിടെയുണ്ട്. ഇന്ത്യ രാജ്യത്തുണ്ട്. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ വലിയ വലിയ ശാസ്ത്രജ്ഞന്മാർ നിരീക്ഷണ പരീക്ഷണ ഗവേഷണങ്ങൾ നടത്തിയിട്ട് പോലും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അനുമാനമാണ്. ഇന്നത് അനുമാനിച്ചു പറയാൻ എടുത്തുന്നായിരിക്കാം. അതിന്റെ യഥാർത്ഥ ഉത്ഭവം ഉള്ളത് അർശിന്റെ താഴ്ഭാഗത്ത് നിന്നാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഭയങ്കര നദിയാണ് നൈൽ നദി, സാരല്ല. അല്ലാഹു നേരിട്ടൊന്ന് കാണാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹ്, ഈ വിനീതന് സൗഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. നമുക്കൊക്കെ അതിന് അല്ലാഹു അവസരം നൽകി അനുഗ്രഹിക്കട്ടെ. പലസ്തീൻ യാത്രയിൽ നിങ്ങൾ അതൊക്കെ കാണും. പലസ്തീൻ, ജോർദാൻ, ഇസ്രായേൽ, ഈജിപ്ത്, ഈ രാജ്യങ്ങളിലുള്ള യാത്രകളിലൂടെ മഹത്തുക്കളാകുന്ന മഹാന്മാരുടെ മഖാമുകൾ സന്ദർശിക്കാനും ബൈത്തുൽ മഖ്ദിസ് അടക്കമുള്ളതാകുന്ന പുണ്യമാക്കപ്പെട്ട ഗേഹങ്ങളൊന്ന് കാണാനും 2 റക്അത്ത് നിസ്കരിക്കാനും ഇബ്രാഹിം നബിയും മൂസാ നബിയും യാക്കൂബ് നബിയും മഹത്തുക്കളാകുന്ന സർവ്വ പ്രവാചകന്മാരെയും സിയാറത്ത് ചെയ്യാനും ഒക്കെ ഉള്ള അവസരം. അതോടൊപ്പം തന്നെ ഈജിപ്തിൽ എത്രയോ മഹത്തുക്കൾ അടങ്ങിയിട്ടുണ്ട്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ്, ബഹുമാനപ്പെട്ട സക്കരിയ അൽ അൻസാരി റളിയല്ലാഹു അൻഹു, നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ, ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ബറക്കത്താക്കപ്പെട്ട അവിടുത്തതാകുന്ന ശിരസ്, അവിടുത്തെ തല അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നതാകുന്ന ജാമിഉൽ ഹുസൈൻ അടക്കമുള്ളതാകുന്ന പവിത്രമാക്കപ്പെട്ട പള്ളി. ഇന്നത്തെ ദിനത്തിൽ അതിങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഹുസൈൻ റളിയല്ലാഹു അൻഹു ഷഹീദായ ദിവസം കൂടിയാണ്. ആരാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടി ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു. അവരിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കൾ അതിക്രൂരമായി വധിച്ച് അവിടുത്തെ കഴുത്ത് വെട്ടിയെടുത്ത് ആ ശിരസ് ബറക്കത്താക്കപ്പെട്ട ശിരസ് അത് ബഹുമാനപ്പെട്ടതാകുന്ന ജമാലുദ്ദീൻ എന്ന് പറയുന്ന വലിയതാകുന്ന ഭരണാധികാരിയുടെ കാലഘട്ടത്തിൽ ഈജിപ്തിലേക്ക് കൊണ്ടുവന്ന് കർബല യുദ്ധത്തിലാണ്, ഇറാഖിലെ കർബലയിൽ വെച്ചാണ് യുദ്ധം നടക്കുന്നത്. അവിടെയാണ് അദ്ദേഹത്തിന്റെ ശരീരം മറവിട്ട് കിടക്കുന്നത്. അതല്ല, അവിടെ തന്നെ അദ്ദേഹത്തിന്റെ തലയും ഉണ്ട് എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു. ആ തല കൊണ്ടുവന്ന് ജന്നത്തുൽ ബഖീൽ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ എന്ന മുത്തുനബിയുടെ പ്രിയപ്പെട്ട മകൾ അഥവാ ഹുസൈൻ റളിയല്ലാഹു അൻഹ ഉമ്മയുടെ ചാരത്ത് കബറടക്കി എന്ന് അൽ ബിദായത്തു വൻ നിഹായ അടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ ഇമാമികൾ രേഖപ്പെടുത്തുന്നുണ്ട്. അതിനപ്പുറം വേറൊരു പണ്ഡിതന്മാർ പറയുന്നു, അതല്ല, ബഹുമാനപ്പെട്ട ജമാലുദ്ദീൻ എന്ന് പറയുന്നതാകുന്ന ഈജിപ്തിന്റെ ഭരണാധികാരിയുടെ കാലഘട്ടത്തിൽ ഈ തല പൊന്നും വില കൊടുത്തുകൊണ്ട് അസ്കലാൻ എന്ന് പറയുന്ന പ്രവിശ്യയിൽ നിന്ന് 30,000-ഓളം സ്വർണ്ണ നാണയം കൊടുത്തു കൊണ്ടുവന്ന് ഈ തല കൊണ്ടുവന്ന് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഈ ശിരസ് കൊണ്ടുവന്ന് പവിത്രമാക്കപ്പെട്ട ഈജിപ്തിന്റെ മണ്ണിൽ ജാമിഉൽ ഹുസൈൻ എന്ന് പറയുന്ന പള്ളിയുടെ പരിസരത്ത് കൊണ്ടുവന്ന് ഖബറടക്കം ചെയ്തിട്ടുണ്ട് എന്നും ചരിത്രം. ഞാൻ അവിടെ പോയിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ആളുകളാണ് സിയാറത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര അഭൂതമായ തിരക്കാണ്. 24 മണിക്കൂർ. പ്രവാചകന്റെ പേരക്കുട്ടിയല്ലേ, സാരക്കാരാണോ? സുബ്ഹാനല്ലാഹ്. പ്രവാചകന്മാരുടേതാകുന്ന അവരുടെ പരമ്പരയിൽ അഹ്ലു ബൈത്തിന്റെ ഒരു രക്തത്തുള്ളിക്ക് ലോകത്തുള്ള കോടിക്കണക്കിന് ആലിമീങ്ങൾ ചേർന്നാലും ഒരിക്കലും സമാനമാവൂല.
അള്ളാഹു അവിടുത്തേക്ക് ദറജ ഉയർത്തുമാറാവട്ടെ. അവരുടെ പൊരുത്തം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അവര് ഷഹീദായത് നമ്മൾ ഈ നിലകൊള്ളുന്നത് പോലെ ഒരു വെള്ളിയാഴ്ച സുദിനത്തിലാണ്, മുഹറം 10 ഇതേപോലെ ഒരു വെള്ളിയാഴ്ച സുദിനത്തിലാണ് അവർ ഷഹീദായത് എന്നുകൂടിയും ഇന്നത്തെ സുദിനത്തിൽ ഓർക്കൽ നിർബന്ധമാണ്. അള്ളാഹു അവിടുത്തെ ദറജ ഉയർത്തട്ടെ. അവിടുത്തെ ഒരു പൊരുത്തം ഹുസൈൻ റളിയല്ലാഹുവിന്റെ പൊരുത്തം ഷഹീദാണ്. അതുകൊണ്ട് തന്നെ മഹത്വം വളരെ വലുതാണ്. സാധാരണക്കാരെ പോലെയല്ല ഷഹീദ്, സാധാരണക്കാരെ പോലെയല്ല പ്രവാചകന്റെ കുടുംബം അഹ്ലു ബൈത്ത്. ഒരിക്കൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ബഹുമാനപ്പെട്ടതാകുന്ന ഉമർ ബിൻ അബീ സലമത്ത് റളിയല്ലാഹു അൻഹു പറയുന്നു, പ്രവാചകൻ പറഞ്ഞു, ഒരു കരിമ്പുടപ്പ് കൊണ്ടുവരിൻ, ഒരു പുതപ്പ് കൊണ്ടുവരിൻ. അപ്പോൾ ഒരു കമ്പിളി പുതപ്പ് കൊണ്ടുവരപ്പെട്ടു. പ്രവാചകൻ ആ പുതപ്പെടുത്തിട്ട് ഇങ്ങനെ മൂടിയ കൂട്ടത്തിൽ ആരെയൊക്കെയാണ് കൂടെ ചേർത്തത്? ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിനെ, മകളാകുന്ന ഫാത്തിമ ബീവിയെ, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയും ചേർത്തിട്ട് പറഞ്ഞു, ഹൗലാഇ അഹ്ലു ബൈത്തി, ഇതാണ് എൻ്റെ അഹ്ലു ബൈത്ത്. അല്ലാഹുമ്മ തഹ്ഹിർഹും തത്ഹീറ, ഇവരെ നീ ശുദ്ധീകരിക്കണേ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തു. പ്രവാചകൻ ഇങ്ങനെ തലയിലേക്ക് തല മാത്രം പ്രവാചകൻ വെളിയിലിട്ടിട്ട് അള്ളാഹിന്റെ റസൂല് പറഞ്ഞു, ഇവനാണ് എൻ്റെ അഹ്ലു ബൈത്ത്. അവരുടെ പരമ്പരയിലൂടെ കടന്നു വന്ന പ്രവാചക പരമ്പരയിലൂടെ കടന്നു വന്ന മഹത്തുക്കളാണ് ഇന്ന് കേരളത്തിലും ലോകത്തിന്റെ പല ഭാഗങ്ങളിലുമുള്ള സാദാത്യങ്ങൾ എന്നറിയുന്നു. അവർ നിസ്സാരക്കാരല്ല, അവരെ നമ്മൾ താഴ്ത്തിക്കെട്ടാൻ പാടില്ല. അഹ്ലു ബൈത്ത് ഏറ്റവും ഉയർന്ന വ്യക്തിത്വങ്ങൾ തന്നെയാണ്, അവരെ നിസ്സാരരാക്കാൻ പാടില്ല. അങ്ങനെ ഒരു വിഭാഗം ഇല്ല എന്ന് വാദിക്കുന്നവർ ഇന്നുകൊണ്ട് ലോകത്ത് ഏറ്റവും വലിയ പടുവിഡ്ഢികളാണ് അവർ. കാരണം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് തന്നെയാണ്, എനിക്ക് ശേഷം നിങ്ങൾ മുറുകെ പിടിക്കേണ്ട വ്യക്തിത്വങ്ങളിൽ ഒന്ന് ഖുർആൻ, മറ്റൊന്ന് എൻ്റെ അഹ്ലു ബൈത്ത് നബി മുഹമ്മദ് മുസ്തഫ. അഹ്ലു ബൈത്തിനെ മുറുകെ പിടിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ മഹല്ലത്തുകളിലുള്ള വലിയതാകുന്ന മഹത്തുക്കളാകുന്ന ഇമാമിങ്ങൾ, അവർ നമുക്ക് കാണിച്ചു തന്ന മാതൃക. തഴവ ഉസ്താദൊക്കെ വാതിന് വേണ്ടി ഒരു സദസ്സിൽ പോയാൽ അവിടെ ഒരു സയ്യിദ് ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ വിറയ്ക്കാൻ. കാരണം അവർക്കറിയാം ആ മഹത്തുക്കളുടേതാകുന്ന പവർ. നമ്മൾ ഇന്ന് സാദാത്യങ്ങളെക്കൊന്നും ഒരു വില കൽപ്പിക്കുന്നില്ല, ഒരിക്കലും അങ്ങനെ ആവാൻ പാടില്ല. സാദാത്യങ്ങൾക്ക് എപ്പോഴും വലിയ വിലയാണ്, സ്ഥാനമാണ്. പ്രവാചക പരമ്പരയ്ക്ക് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ഒന്ന് സ്മരിച്ചു എന്ന് മാത്രം. അള്ളാഹു അവിടുത്തെ ദറജ ഉയർത്തുമാറാവട്ടെ. അവിടുത്തെ പൊരുത്തം ഈ സദസ്സിൽ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ അഹങ്കാരത്തിന്റെ പരമോന്നതയിലേക്ക് എത്തി നിലകൊണ്ടു ഫിർഔൻ ലഅനത്തുല്ലാഹി. വിശാലമാണ് ചരിത്രം, ചുരുക്കി പറയാൻ ഒരുപാട് പറയാനുണ്ട്. ഖുർആനിന്റെ വിവിധ സൂക്തങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിർഔനിനെ കുറിച്ച് വിശാലമായി പറയുന്നുണ്ട്. കാരണം വലിയ പഠിക്കേണ്ട ഒരു പാഠമാണ് അവൻ. ഖുർആനിൽ നമ്മൾ മനസ്സിലാക്കിയതുപോലെയല്ല. ഖുർആനിൽ 100% ഇത്തരത്തിലുള്ള അഖ്ബാറുകളാണ്, നല്ല നല്ല ചരിത്രങ്ങളാണ്. 10% അഹ്കാമുള്ളൂ. നിസ്കരിക്കും, നോമ്പ് പിടിക്കൽ, സക്കാത്ത് കൊടുക്കൽ, കള്ളു കുടിക്കരുത്, വ്യഭിചരിക്കരുത് എന്ന് തുടങ്ങിയതാകുന്ന കൽപ്പന നിരോധന ക്രിയകളുള്ളത് 10%. ബാക്കി 90% അഖ്ബാറാണ്, ചരിത്രങ്ങളാണ്. ഇത് പറയുമ്പോൾ ജനങ്ങളുടെ ഹൃദയാന്തരങ്ങളിൽ ചലനം സൃഷ്ടിക്കും. അതിനാണത് ഈ ചരിത്രങ്ങളൊക്കെ നിങ്ങൾക്ക് നാം വിവരിക്കുന്നത് എന്തിനെന്നറിയുമോ ഹബീബേ? ഹൃദയത്തിൽ തറയ്ക്കാനാണ്. മുൻഗാമികളാകുന്ന ആളുകൾ ഈ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കണേ റസൂലേ, ഫഖുസുസിൽ ഖസസ ലഅല്ലഹും യതദക്കറൂൻ. മുൻഗാമികളാകുന്ന മഹത്തുക്കളുടെ ചരിത്രം, മുൻഗാമികളാകുന്ന തമ്മാടികളാകുന്ന ആളുകളുടെ ചരിത്രം ഈ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കണേ റസൂലേ. എന്തിനെന്നറിയുമോ? അവർ ഗുണപാഠം ശ്രദ്ധിക്കാനാണ്. സാലിഹീങ്ങളുടെ ചരിത്രം പറയുമ്പോ അത്തരത്തിൽ ആവണേ അല്ലാ, എനിക്കാവണേ അല്ലാ, എന്നെയും കുടുംബത്തെയും അത്തരത്തിലുള്ള സാലിഹീങ്ങളെ ചേർക്കണേ അല്ലാ. തമ്മാടികളും റൗഡികളുമാകുന്ന ആളുകളെ പറയുമ്പോ അല്ലാഹുവേ പടച്ചറപ്പേ, അവരെ പോലെ മോശപ്പെട്ടതാകുന്ന നന്ദികേടിന്റെ വക്താക്കളാക്കി ഞങ്ങളെ നീ മാറ്റരുത് അല്ലാ. ഞങ്ങളെ സാലിഹീങ്ങളോടൊപ്പം ചേർക്കണേ അല്ലാ. ഇത് ജനങ്ങൾക്ക് സ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ടാ പരിശുദ്ധമായ ചരിത്രങ്ങൾ ഈ ഉമ്മത്തിന് വിവരിക്കേണ്ടത് എന്ന് പരിശുദ്ധമായ ഖുർആൻ
ഫിർഔനിന്റെ ചരിത്രം പ്രിയപ്പെട്ടതാകുന്ന മുസ്ലിമേ മുസ്ലിമത്തെ പതിയാങ്കര ഉസ്താദിന്റെ സവിധത്തിലേക്ക് 18ാമത്തെ ഉറൂസോടനുബന്ധിച്ചുകൊണ്ട് ഒരുമിച്ച് കൂടിയിട്ടുള്ള സത്യവിശ്വാസിനികളെ പഠിച്ചു വെക്കണേ ദുനിയാവ് ആഗ്രഹിച്ചുകൊണ്ട് നടക്കല്ലേ വല്ലാതെ ആഗ്രഹിച്ചു പോയവനാണ് ഫിർഔൻ. ദുനിയാവിന്റെ പിറകെ ഓടുകയാണ്. ആരായിരുന്നു ഫിർഔൻ? ഫിർഔനിന്റെ തുടക്കം എങ്ങനെയാണ് അറിയണ ഈ ഉമ്മത്ത്. ഫിർഔൻ എന്ന് പറയുന്ന ഈ റസാസിം എന്ന പേരുള്ള റംസീസ് രണ്ടാമൻ എന്നൊക്കെ ഓമന പേരിൽ അറിയപ്പെടുന്ന ഈ മനുഷ്യൻ അവൻ ഈജിപ്തിലേക്ക് വരുമ്പോൾ അന്നുള്ളതാകുന്ന ഭരണാധികാരി ഈജിപ്തിലെ ഫറോവയുടെ മുന്നിൽ കൈനീട്ടി ഓച്ചാനിച്ച് നിന്നിട്ട് എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ തരണമെന്ന് പറഞ്ഞ് ഇറാഖി എന്ന് പറയുന്നതാകുന്ന രാജ്യത്തിൽ നിന്ന് പട്ടിണി മൂലം ദാരിദ്ര്യം മൂലം കുടിയേറ്റക്കാരനായിട്ട് നമ്മുടെ നാട്ടിലേക്ക് ബംഗാളികളൊക്കെ വരുന്നത് പോലെ ജോലിക്ക് വേണ്ടി വന്നുകൊണ്ട് ഒരു ജോലി തരണ എന്ന് കേണപേക്ഷിച്ചുകൊണ്ട് ഫറോവയുടെ മുന്നിൽ ഈജിപ്തിന്റെ അക്കാലഘട്ടത്തിലെ ഭരണാധികാരിക്ക് മുന്നിൽ ഓച്ചാനിച്ച് നിന്ന മനുഷ്യന് ശവക്കോട്ടയുടെ കാവൽ കൊടുക്കുകയാണ്. ശവക്കോട്ടയുടെ കാവൽ. കാരണം എന്തുകൊണ്ട്? അന്നും ഇന്നത്തെ പോലെയാണ് അടക്കുന്ന സമയത്ത് ശവക്കോട്ടയെ കൊണ്ട് അടക്കുമ്പോൾ നല്ല വസ്ത്രം ധരിപ്പിച്ച് കാര്യപ്പെട്ട ആഭരണങ്ങളൊക്കെ ഇട്ടിട്ടായിരിക്കും അടക്കുക. അപ്പൊ ശവക്കോട്ട തുറന്നിട്ട് അതിലുള്ള ആഭരണങ്ങൾ കയ്യേറുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് ശവക്കോട്ടയ്ക്ക് ഒരു കാവൽ. നമ്മുടെയൊക്കെ പള്ളിക്കാട്ടിൽ കാവലേ വേണ്ട. കാരണം ഇട്ടുകൊണ്ട് പോകുന്ന ഡ്രസ്സാകാം 3 ജോഡിയാണ്. ഇത് വീട്ടിലുണ്ട്. ഇതിനേക്കാൾ നല്ലത് വീട്ടിൽ വെച്ചിട്ട് പിന്നെ കക്കാൻ പോകേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് ശവക്കോട്ടയിൽ കൊണ്ടുപോയി കാവൽ നിർത്തുകയാണ്. ഈ കാവലിന്റെ ജോലിയാണ് ആദ്യമായിട്ട് ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി റസാസിം എന്ന് പറയുന്ന വ്യക്തി ആദ്യം ഏറ്റെടുക്കുന്ന ജോലി. ഏതാ? ഇറാഖുകാരനാണ് അവൻ. അസ്ലി ഇറാഖിൽ നിന്നാണ് ഈജിപ്തിലേക്ക് വന്നത്. കുടിയേറി പാർത്തവനാണ്. അങ്ങനെ അവിടെ വന്ന് ഏകനായി വന്നവൻ അവസാനം അവിടുന്ന് പിന്നീട് അധികാരത്തിന്റെ പരമോന്നത പദവിയിലേക്ക് എങ്ങനെ എത്തി? ആളുകളെ കൊണ്ടുവന്ന് നടക്കുമ്പോൾ ശവക്കോട്ടയിലേക്ക് പിന്നെ അടക്കുമ്പോൾ പതുക്കെ അവൻ അവിടുത്തെ മെയിൻ ആളായി മാറി. വരുന്നവരുടെ കയ്യിൽ നിന്ന് ഓരോ ദിർഹം വെച്ച് വാങ്ങാൻ തുടങ്ങി. ഒരാളടക്കുമ്പോൾ 1 ദിർഹം കിട്ടണം കൈക്കൂലി. അങ്ങനെ കൈക്കൂലി വാങ്ങിച്ച് നിലകൊള്ളുന്ന സമയത്ത് നാട്ടിൽ വലിയൊരു വസൂരി വിടുകയാണ്. വസൂരി വന്നവരുടെ 10,000-കണക്കിന് ആളുകൾ മരിക്കാൻ, ഒറ്റയടിക്കുണ്ടാകുന്ന മരണം, ആളുകൾ വന്ന് പെട്ടെന്നുണ്ടാകുന്ന മരണം, കബറടക്കുന്ന പ്രഥമ ശുശ്രൂഷകളും കാര്യങ്ങളും ഒക്കെ ഇവനാണ് നടത്തുന്നത്. എല്ലാവരെയും കൊണ്ടുവന്ന് അടക്കം ചെയ്യുമ്പോൾ ന്യായമായിട്ട് കൈക്കൂലി ഓരോരുത്തരത് വാങ്ങാൻ. കാരണം കബറടക്കാൻ സ്ഥലമില്ല, അടക്കം വേണോ, എന്നാൽ ഇത്ര തരണം. 1 വാങ്ങിച്ചുകൊണ്ടിരുന്നോ 10 വാങ്ങാൻ തുടങ്ങി. നൊടിയിടയിൽ സെക്കൻഡുകൾക്കുള്ളിൽ നാട്ടിലെ ഒരു പ്രമാണിയായി ആ ഒരൊറ്റൊരു വസൂരിയോടുകൂടി അവൻ മാറുകയാണ്. അവൻ വലിയതാകുന്ന ഒരു ധനാഠ്യ പദവിയിലേക്ക് വന്നു. ഉള്ളതുകൊണ്ട് വീണ്ടും കാശെറിഞ്ഞ് അവൻ വീണ്ടും ഉന്നത പദവിയിലേക്ക് എത്താണ്. ചെറിയ തോതിൽ കൈക്കൂലി കൊടുത്ത് പട്ടാളത്തിൽ കയറിപ്പറ്റി. അക്കാലഘട്ടത്തിലെ ഫറോവ ചക്രവർത്തിയുടെ പട്ടാളത്തിലേക്ക് കയറി ഓരോ പടിപടിയായിട്ട് അതിന്റെ മുകളിലുള്ള സ്ഥാനങ്ങൾ അവൻ ആഗ്രഹിക്കുകയും കൊതിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്തു. അശ്രാന്ത പരിശ്രമത്തിനൊടുവിൽ കൈക്കൂലി കൊടുത്ത് പട്ടാള മേധാവിത്വത്തിലേക്ക് അവൻ വന്നു. ആ സമയത്താണ് രാജാവിന് രോഗം മൂർച്ഛിച്ചത്. രാജാവ് രോഗം മൂർച്ഛിച്ച് മരണപ്പെട്ടു പോയി. അധികാരത്തിന്റെ പരമോന്നത പദവി കൈക്കലേന്താൻ ഇനി ഇതിനേക്കാൾ നല്ല അവസരമില്ല എന്ന് മനസ്സിലാക്കിയവൻ പട്ടാളത്തെ മുഴുവൻ ചേർത്ത് നിർത്തിയിട്ട് ഒരു വലിയതാകുന്ന സമരമുറയ്ക്ക് തയ്യാറായി. അധികം താമസിക്കേണ്ടി വന്നില്ല. അവന്റെ കൗശല ബുദ്ധിയും കുതന്ത്രവും എല്ലാം കൂടി പരിശ്രമിച്ചപ്പോ അവൻ ഏകാധിപതിയായി, സ്വേച്ഛാധിപതിയായി ഫറോവ ചക്രവർത്തി പദത്തിലേക്ക് ഇറാഖിൽ നിന്ന് വന്നതായ ഒരു പാവപ്പെട്ട ദരിദ്രനാകുന്ന ബാലൻ പിൽക്കാലത്ത് ലോകമറിയപ്പെട്ടതാകുന്ന ഒരു ഉന്നതനായ വ്യക്തിത്വത്തിലേക്ക് ഉന്നതനാകുന്ന സ്ഥാനത്തിലേക്ക് മാറുകയാണ്. ഫിർഔൻ എന്ന പദവിയിലേക്ക് അറിയപ്പെട്ട ഫിർഔൻ റസാസിം രണ്ടാമൻ, റംസീസ് രണ്ടാമൻ ഉന്നതനായ വ്യക്തിയായി മാറി. അങ്ങനെയാണ് അവൻ അധികാരത്തിലേക്ക് വരുന്നത്. ഒന്നും അല്ലായിരുന്നു, 0. ഇന്നത്തെ കൗമിൽ അങ്ങനത്തെ ആൾക്കാരുണ്ട്. ഒന്നും ഇല്ലായിരുന്നു. അവസാനം ഇച്ചിരി 5 ലക്ഷം രൂപ അവിടെ എറിഞ്ഞ് പലിശക്ക് എറിഞ്ഞ് കാശ് കുറച്ചും കൂടി കിട്ടി. പരിപാടി കൂടുതൽ ഉണ്ട്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. 5ഉം 10ഉം എടുത്ത് അപ്പുറത്തെറിയ. ഉസ്താദിനോട് പറയുമ്പോൾ ഉസ്താദ് പറഞ്ഞിട്ട് വല്ലതും പറയാന്നില്ല. ഉസ്താദുമായിട്ട് അങ്ങനെ ഒന്നും സംസാരിച്ചിട്ട് പോലും ഇല്ല. അല്ലാതെ തന്നെ എനിക്കറിയാം. ഞാൻ ഈ ആറാട്ടുപുഴയിലൊക്കെ മുമ്പ് ഭാഗം വന്നല്ലേ, 2 അല്ലേ ഇവിടെ ആറാട്ടുപുഴയിൽ വലിയ ദൂരമൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ എനിക്ക് നേരത്തെ കൗമിനെയൊക്കെ നല്ലതുപോലെ അറിയാം. പിന്നെ ആലപ്പുഴയിൽ ഒരു 5 വർഷം ഇരുന്നത് കൊണ്ട് തന്നെ, മസ്താമ്പള്ളി ഇരുന്നത് കൊണ്ട് തന്നെ ഏകദേശം കൗമിനെ എല്ലാ സ്ഥലത്തും എനിക്ക് നല്ലതുപോലെ പരിചയമാണ്. ആ കൗമ അവിടെ എന്ത് ചെയ്യുന്നു, അവിടെ എങ്ങനെയാണ് റോൾ ചെയ്യുന്നത് ഒക്കെ നല്ലതുപോലെ അറിയാം.
ഇന്ന് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന പരിപാടിയാണെന്ത്? 5 ലക്ഷം രൂപ എടുത്ത് കച്ചവടത്തിനെറിയുക എന്ന് പറഞ്ഞാൽ എങ്ങനെ? അതിന് ഇത്ര രൂപ നിശ്ചിത ശതമാനം എനിക്ക് കിട്ടണമെന്നുള്ളതാകുന്ന വ്യവസ്ഥയോടുകൂടി മാസത്തിൽ എനിക്ക് 50,000 കിട്ടണം എന്നുള്ളതാകുന്ന ഒരു നിശ്ചിത തുകയോടുകൂടി ഈ ബിസിനസ്സിൽ പാടില്ല. നിന്റെ ഉംറ തന്നെ നിഷിദ്ധമാണ്. ഹലാലായ സമ്പാദ്യത്തിലൂടെ അല്ലാതെ ഹജ്ജിനോ ഉംറയ്ക്കോ മുഅ്മിനായ മനുഷ്യ നിന്റെ വീട്ടിലുള്ളതാകുന്ന ആഹാരപാനീയങ്ങൾക്കോ ഒരു കാര്യത്തിനോ നീ സമ്പത്ത് ചെലവഴിക്കരുത്. തീർത്തും ഹലാലാവൽ നിർബന്ധമാണ്. ശ്രദ്ധിക്കണം. നബിയാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്, മാനബത മിനൽ ഹറാം ഫന്നാറു ഔലാ ബിഹി. പലിശയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പണവുമായി വീട്ടിലേക്ക് അരിയുമായി കടന്നു വരുന്ന സഹോദര, നിന്റെ അരിയാഹാരം കഴിക്കുന്ന പാവപ്പെട്ട വാപ്പയില്ലേ, പ്രായം ചെന്നതായ ഉമ്മയില്ലേ, വീടിനകത്തളത്തിൽ നിലകൊള്ളുന്നതായ മുല കുടിക്കുന്ന പ്രിയപ്പെട്ട പൊന്നുമോളില്ലേ, അവൾ എന്ത് പിഴച്ചു പ്രിയപ്പെട്ട വാപ്പ? നീ ചെയ്യ തമ്മാടിത്തരത്തിന് അവർ കൂടി നരകത്തിലാണ്. ഫന്നാറു ഔലാ ബിഹി. നരകവുമായി ബന്ധപ്പെട്ടതാകുന്ന ശരീരമാണ് അവരുടെ ശരീരമെന്ന് ഹബീബുനാ ശഫീഉനാ പോകുമ്പോ കടലിന്റെ അടിയിലേക്ക് മത്സ്യം തേടിക്കൊണ്ട് പോകുമ്പോ പാവപ്പെട്ടതാകുന്ന സഹോദരിമാർ വീടിന്റെ ഉമ്മറത്ത് നിന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ്, ഇയ്യാകും വകസബൽ ഹറാം. കടലിന്റെ അടിയിലേക്ക് മത്സ്യബന്ധനത്തിന് പോകുന്ന പ്രിയപ്പെട്ട ഭർത്താവേ, കടലിനോട് മത്സരിക്കാൻ പോകുന്ന ഭർത്താവേ, ഇയ്യാകും വകസബൽ ഹറാം. പ്രവാസ ലോകത്തേക്ക് പോകുന്ന പ്രിയപ്പെട്ട ഭർത്താവേ, നിങ്ങൾ ഹറാം കൊണ്ടുവരരുതേ. ഫൈനാ നസ്ബിറു അലൽ ജൂ വലാ നസ്ബിറു അലൻ നാർ. ഞങ്ങൾ വിശപ്പിന്റെ മേൽ ക്ഷമിക്കാൻ തയ്യാറാ, ഞങ്ങൾ നരകത്തിന്റെ മേൽ ക്ഷമിക്കാൻ തയ്യാറല്ല. ഹറാം സമ്പാദിച്ചു കൊണ്ടുവന്ന് അതിലൂടെ ഞങ്ങൾ കന്നമൂട്ടിയാൽ ഞങ്ങളും നരകത്തിന്റെ വിറകൊള്ളികളാ. നരകത്തിന്റെ മേൽ ക്ഷമിക്കാൻ ഞങ്ങൾക്ക് പറ്റൂല. ഫൈനാ നസ്ബിറു അലൽ ജൂ. മാസങ്ങൾ പട്ടിണി കിടക്കാൻ ഞങ്ങൾ റെഡിയാണ്. നിങ്ങൾ ഗൾഫിലേക്ക് പോയി, നിങ്ങൾ മത്സ്യബന്ധനത്തിന് പോയി, നിങ്ങൾ തിരിച്ചു വരുമ്പോ വെറും കൊട്ടയോടുകൂടിയാണ് വന്നിട്ടുള്ളത്. മത്സ്യമില്ല, സമ്പത്തില്ല. ഞങ്ങൾക്ക് പ്രശ്നമല്ല. കാരണം ഹലാല് മാത്രമേ ഭുജിക്കാവുള്ളൂ എന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതല്ലേ. മോശപ്പെട്ട സമ്പാദ്യവുമായി നിങ്ങൾ കടന്നു വരരുതേ. ദാരിദ്ര്യമാണോ? ഞങ്ങൾ ക്ഷമിക്കാൻ റെഡിയാണ്. നരകം വിലക്ക് വാങ്ങിക്കൊണ്ടുവരരുതേ. ഭർത്താക്കന്മാരോട് ഭാര്യമാർ പറഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്നെവിടേക്കാണ് സമൂഹം പോയത്? ഭർത്താവ് ഒന്നിച്ചുകൊണ്ട് പറമ്പോക്ക് ഭൂമികളിലേക്ക് പോയിക്കൊണ്ട് ശരീരത്തെ വിറ്റ് തിന്നുന്ന സഹോദരിമാരില്ലേ? 4-5 പ്രസവിച്ചതാകുന്ന സഹോദരിമാര് സ്വന്തം ഭർത്താവ് അറിയാതെ മറ്റുള്ള പരപുരുഷന്മാർക്ക് ശരീരത്തെ വില പറയുന്നതായ അവസ്ഥയിലേക്ക് ലോകം പോയില്ലേ? നഊദു ബില്ലാഹ്. മാനം വിറ്റുകൊണ്ട് ജീവിക്കുന്ന പെങ്ങളെ, ആഖിറത്തെ ഭയക്കുന്നില്ല പെങ്ങളെ, നരകത്തെ ചിന്തിക്കുന്നില്ല പെങ്ങളെ, മരണത്തെ ഓർക്കുന്നില്ല പെങ്ങളെ. പാരത്രികമാകുന്ന ലോകത്ത് പടച്ച റബ്ബ് നിനക്ക് നൽകുന്ന ശിക്ഷയെ കുറിച്ച് എന്തേ പെങ്ങളെ ചിന്തിക്കാതെ പോയത്? ഇന്നത്തെ തലമുറയിലെ സഹോദരിമാരുടെ പോക്കി എങ്ങോട്ടാണ്? പൊങ്ങോട്ടാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, മിൻഹാ നിക്കാഹുർ റജുലി അർറജുല വനിക്കാഹുൽ മർഅതി അൽ മർഅത. അവസാന കാലഘട്ടത്തിലേക്ക് വരുമ്പോ സ്ത്രീകളുമായി ലൈംഗിക വീഴ്ച നടത്തിക്കൊണ്ട് സ്വർഗരതി അനുരാഗികളായി അതിൽ വിവാഹത്തിന് വേണ്ടി നിർബന്ധിക്കുന്ന കാലഘട്ടം വരുമേ. പുരുഷനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് സ്വയംഭൂ അണിയുന്നതായ കാലഘട്ടം കാണാതെ ലാ തഖൂമുസ്സാഅ.
അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്തേക്ക് ഇന്ന് നമ്മുടെ കലാലയങ്ങൾ എത്തിയില്ലേ. +2 പഠിക്കുന്ന മകള് പറയുകയാണ്, വാപ്പാ എനിക്ക് നിങ്ങൾ കണ്ടുപിടിച്ചതാകുന്ന മാരനെ എനിക്ക് വേണ്ട വാപ്പാ, എനിക്ക് വേണ്ടത് എന്റെ കൂടെ പഠിച്ചതാകുന്ന ഫാത്തിമയാണ്, എന്റെ കൂടെ പഠിച്ച ആയിഷയാണ്, എന്റെ കൂടെ പഠിച്ച ഉമ്മ കുൽസൂമ. ഞാൻ അവളുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു പോയി. ഒരുപാട് കാലം ഞങ്ങളിതാ സ്വവർഗരതി അനുരാഗികളായി പ്രണയ ജോഡികളായി ജീവിച്ചവരാ. ഇനി ഞങ്ങൾക്ക് പിരിയാൻ വയ്യ എന്ന് പെണ്ണുങ്ങൾ തന്നെ പരസ്യമായി വിളിച്ചു പറയുന്ന, അതിനുവേണ്ടി ഏതറ്റം വരെ കോടതി മുറിയിലേക്ക് കയറി ചെല്ലാനും എത്ര വക്കീലിനെ വെച്ചുകൊണ്ട് വാദിക്കാനും സമ്പത്ത് ചെലവഴിച്ചുകൊണ്ട് ആ രീതിയിൽ ലോകത്ത് നിറമാടാൻ വേണ്ടി ഇന്നത്തെ മുസ്ലിം സമുദായം പോലും അതപ്പതിച്ചില്ലേ. സമ്പത്തിന് വേണ്ടി കാണിച്ചു കൂട്ടുന്ന തോന്നിവാസങ്ങൾ എന്തൊക്കെയാണ്. എവിടെയാ എത്തിയത്? ആരെയും കൊല ചെയ്യാൻ ഒരു സ്കൂട്ടറുകാരായിട്ട് ഇറങ്ങിയിരിക്കുക ചെറുപ്പക്കാര് എവിടെയെങ്കിലും പോയിട്ട് ആരുടെയെങ്കിലും വയറ്റത്ത് തുളയിട്ടിട്ട് വരുമ്പോൾ രൂപ 25,000 രൂപ. പാപ്പാടെ പ്രായമുള്ള മനുഷ്യനെ, ഉമ്മാടെ പ്രായമുള്ള വ്യക്തികളെ നിഷ്ഠൂരമായി കൊലപ്പെടുത്താൻ എവിടെയാണ് ലോകം എത്തിയിരിക്കുന്നത്? നിസ്സാര വിഷയങ്ങൾക്ക് വഴക്കടിക്കുന്ന കാലഘട്ടം. ഒരു വണ്ടി ഇങ്ങനെ പോകുന്നു, മാന്യമായി വണ്ടി ഓടിച്ചു പോകുന്നു. അപ്പൊ അവന് ഫ്രണ്ടിലേക്കൊന്ന് ഓവർടേക്ക് ചെയ്ത് പോലെ നിർബന്ധമായി. അപ്പൊ അവൻ അങ്ങനെ ഓവർടേക്ക് പോകുമ്പോൾ അവിടുന്ന് 2 ചെറുപ്പക്കാർ വരുന്നു. അപ്പൊ അവന്റെ നടുവേരിൽ പൊക്കിക്കടിക്കും. ഒരു കാര്യമില്ല, ഒരു പ്രകോപനമില്ല. ആണോ അല്ലയോ? നമ്മുടെ കൗമിന്റെ ഇടയിൽ നടക്കുന്ന പ്രവർത്തനം പറഞ്ഞല്ല, അമേരിക്കയിലെ കഥയല്ലേ പറയുന്നത്, നമ്മുടെ നാട്ടിലെ കഥ. അതൊക്കെ ഒരു ജീവിത ശൈലിയിലായി പോയിരിക്കണം. എങ്ങോട്ടാണോ പോകുന്നത് ഹമുക്കെന്ന് ചോദിക്കണം. ഹമുക്കെന്ന് ഞാൻ പറഞ്ഞ വാക്കാണ്, അവൻ പറഞ്ഞത് വേറെ ലൈവാണല്ലോ. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കണം. ഒരു കാര്യമില്ല, അതായത് ഉടക്കുണ്ടാക്കാൻ സ്വന്തം വാപ്പാടെ പ്രായമുള്ള വ്യക്തികളെ വരെ ചീത്ത വിളിക്കുക, തെറി വിളിക്കുക, എത്ര മൃഗീയമായ രീതിയിൽ അവരെ ബുദ്ധിമുട്ടിക്കുക, പ്രയാസപ്പെടുത്തുക, വെറുതെ ഒന്ന് നോക്കിയതിന്റെ പേരിൽ അടിക്കുക, വഴക്കിടുക, സദാചാര ഗുണ്ടാക്രമം നടത്തുക, ഇതൊക്കെ ഇന്ന് സമൂഹത്തിൽ വല്ലാതെ വ്യാപിച്ചു വന്നിരിക്കുകയാണ്. വലിയ വിഷയമാണ്. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കണം. പുതുതലമുറകൾ എങ്ങനെയാണ്, എവിടേക്കാണ് എത്തിപ്പെടുക? എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം. ആരെങ്കിലും കൊന്നിട്ടായാലും കുഴപ്പമില്ല, ലോട്ടറി അടിച്ചിട്ടാണെങ്കിലും കുഴപ്പമില്ല, പലിശയുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും 10 ലക്ഷം ഉണ്ടാക്കണം. അതിനുവേണ്ടി ഒരു വിദ്യാഭ്യാസം ഇല്ലെങ്കിലും ഇറങ്ങിത്തിരിക്കുക. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഈ ലോകത്ത് നമ്മൾ ഇതൊക്കെ കാണേണ്ടതും കേൾക്കേണ്ടതുമായ അവസ്ഥയിലേക്ക് വന്നല്ലോ. ഈ സമയത്ത് ഈമാൻ മുറുകെ പിടിച്ചാൽ സുബ്ഹാനല്ലാഹ് ഏറ്റവും വലിയ ഉന്നതമായ സ്ഥാനം നമുക്ക് ലഭിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കാരണം അവസാന കാലഘട്ടത്തിലേക്ക് പോവാൻ, ഈ കാലഘട്ടത്തിൽ 5 വഖത്ത് നിസ്കാരം നിലനിർത്തി ഇത്തരത്തിലുള്ള ദിനങ്ങളെ ശ്രദ്ധ തിരുത്തി ഇബാദത്തുകളെ ശ്രദ്ധിച്ചാൽ നിന്നേക്കാൾ ഉന്നതനായ മറ്റൊരു വ്യക്തിത്വം ഇല്ല. കറക്റ്റായി നിസ്കരിക്കാൻ, ഫർളും സുന്നത്തുകളും ശ്രദ്ധിക്കാൻ. ഒരു ജമാഅത്ത് പോലും പുരുഷന്മാർ മുടക്കരുത്. ജുമുഅ ഒരിക്കലും നഷ്ടപ്പെടുത്തി പോകരുത്. അന്നത്തെ ദിവസം അൽ കഹ്ഫ് സൂറത്ത് ഓതിയിരിക്കണം. മൻ ഖറഅ സൂറത്തുൽ കഹ്ഫി ഫീ ലൈലത്തിൽ ജുമുഅ വിൽ ജുമുഅ അല്ലാഹു ലഹു മാ ബൈനൽ ജുമുഅതൈനി ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജുമുഅയിൽ സൂറത്തുൽ കഹ്ഫ് അതിന്റെ രാത്രിയിലോ പകലിലോ ഓതിയാൽ അടുത്ത ഒരാഴ്ചക്കിടെ പ്രകാശം ഇട്ടു തരും നബി മുഹമ്മദ് മുസ്തഫ. ഒരു ആത്മീയമായ പ്രകാശം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആ പ്രകാശത്തിലാണ് പതിയാങ്കര ഉസ്താദൊക്കെ നടക്കുന്നത്. ആ പ്രകാശം നാളെ മഹ്ശറിൽ ഉണ്ടാകും. അങ്ങനെയാണ്. യൗമ തറൽ മുഅ്മിനീന വൽ മുഅ്മിനാത് യസ്ആ നൂറുഹും ബൈന ഐദീഹിം വബിഐമാനിഹിം ബുശ്റാകുമുൽ യൗം. നാളെ പടച്ചറപ്പിന്റെ ദർബാറിൽ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, നബിയെ തങ്ങൾക്ക് കാണാൻ സാധിക്കും. റസൂലേ, യൗമ തറൽ മുഅ്മിനീന വൽ മുഅ്മിനാത് യസ്ആ നൂറുഹും, അവരുടെ പ്രകാശം ഓടുകയാണ് ബൈന ഐദീഹിം വബിഐമാനിഹിം, അവരുടെ മുന്നിലൂടെ, വലത്തിലൂടെ, അവരുടേതാകുന്ന സർവഭാഗത്തിലൂടെയും പ്രകാശമാണെന്ന് പരിശുദ്ധമായ ഖുർആൻ. ബുശ്റാകുമുൽ യൗം, മലക്കുകൾ വിളിച്ചു പറയുകയാണ്, കടന്നു വരൂ പ്രിയപ്പെട്ട ഉസ്താദേ, നിങ്ങളൊരു കാലഘട്ടത്തിന് കൊളുത്തി വെച്ചിട്ടുള്ളത് ആത്മീയമാകുന്ന ശോഭനമാകുന്ന മുഹൂർത്തങ്ങളാണ്. 10 വർഷത്തോളം പതിയാങ്കരയെ നിങ്ങൾ ആത്മീയമായി ധന്യമാക്കിയവരല്ലേ? ആത്മീയമാകുന്ന പ്രകാശത്തിന്റെ പ്രജ്വല പ്രഭയിലേക്ക്, ശാന്തുല തീരത്തേക്ക് കൊണ്ടുപോയവരല്ലേ? അറുതിയിൽ നിന്നതാകുന്ന വറുതിയിൽ നിന്ന് സമൂഹത്തെ ദീനിൻ്റെതാകുന്ന മാർഗത്തിലേക്ക് എത്തിച്ചവരല്ലേ? സമ്പാദ്യ
സമ്പാദ്യമുള്ളവരാക്കി മാറ്റിയവരല്ലേ? സാമ്പത്തിക അഭിവൃദ്ധിയുള്ളതാകുന്ന ജനസമൂഹമായി ആത്മീയതയുടെ വിഭിന്നമാകുന്ന തലത്തിലേക്ക് അവരെ കൊണ്ടുവന്നവരല്ലേ? നിങ്ങൾക്കിതാ സന്തോഷം. എന്നതിന്റെ ഫീലിന്റെ ഫായിൽ പറഞ്ഞത് അവരുടെ പ്രകാശം ഓടുവെന്നാണ്. നൂറുഹും അവരോടുവെന്നല്ല, നൂറുഹും അവരുടെ പ്രകാശമാണ് ഓടുക എന്ന് പറഞ്ഞാൽ മോമിനായ മനുഷ്യൻ പ്രകാശത്തിന്റെ ഒരു രൂപമായിട്ട് മാറുമെന്നർത്ഥം. അങ്ങനെയാണ് ആണ് മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ അവനെ നോക്കുമ്പോ അവനെ കാണാൻ കഴിയില്ല, ഫുള്ള് പ്രകാശം. ഒരു പ്രകാശം ഇങ്ങനെ ഓടുന്നതായിട്ട് ഓടും. ഖുർആൻ പറഞ്ഞതാണ്, സുബ്ഹാനല്ലാഹ്, പ്രകാശമാണ് ഓടുന്നത്. കാരണം എന്താ? ആ മനുഷ്യൻ അങ്ങനെ അമൽ ചെയ്ത് അവനൊരു പ്രകാശത്തിന്റെ ഗോപുരമായി മാറി. അള്ളാഹു നമ്മളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. അതാണല്ലോ ആലിമീങ്ങൾക്ക് മുഖത്തുള്ള ശോഭ. നമ്മളൊരു സാധനം കണ്ടാൽ പറയുമല്ലോ, നല്ല സമുന്നതരായ ആലിമിനെ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ ആ വഖാറ്, ഗാംഭീര്യം, അദ്ദേഹത്തിന്റെ ഈമാൻ കണ്ടാൽ പിന്നെ നമുക്ക് അപ്പുറത്തേക്കൊന്നുമില്ല. നല്ല ഈമാൻ തുളുമ്പുന്ന മുഖം, സ്വാലിഹായ മനുഷ്യനാണെന്ന് അദ്ദേഹത്തെ കണ്ടാൽ അറിയാം. നമ്മൾ പറയാറുണ്ട്, അള്ളാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹു കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. അതാണ് പറഞ്ഞത്, ആ പ്രകാശം ഇട്ടുകൊടുത്ത മഹത്തുക്കളാണ് കിടക്കുന്ന മഹാന്മാർ. അള്ളാഹുരുടെ തണല് പറ്റി ജീവിക്കാൻ തൗഫീഖ് നൽകട്ടെ. അവരെ എതിർത്ത് അവരെ വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ അശ്ലീലത വിട്ട് ഇങ്ങനെ കണ്ടുനിറച്ചതിന് ഹാ ഹൂ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നതാകുന്ന ബിദ്അത്തിന്റെ കക്ഷികളിൽ നിന്ന് ഈ സമൂഹത്തെയും ഈ സമുദായത്തെയും ലോകരെയും അള്ളാഹു കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. വിവരമില്ലാത്ത അത്തരത്തിലുള്ളതാകുന്ന ജൽപ്പനങ്ങൾ നടത്തുന്നതായ നവീനവാദികളിൽ നിന്ന് അള്ളാഹു ഈ ലോകത്തെ സംരക്ഷിക്കുമാറാവട്ടെ. കാരണം അവരെ തിരിഞ്ഞവരാണ് ഈ സമൂഹം. അവരുടേതാകുന്ന ആത്മീയത കണ്ടവരാണ്. അവർ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിച്ചവരാണ്. അവർ പരിശുദ്ധ ദീനിൻ്റെതാകുന്ന സംസ്ഥാപനത്തിന് വേണ്ടി, ഈ നാടിന്റെ ആത്മീയമായ വെളിച്ചത്തിന് വേണ്ടി, ഉണർവിന് വേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തിയത് കൊണ്ടാണ് ഇന്നിവിടെ തലയെക്കെട്ട് കെട്ടിയ ഉസ്താദുമാർ ധാരാളം ഉണ്ടായത്. ഇന്നിവിടെ തലയിൽ തൊപ്പിയിട്ടതാകുന്ന ഉമറാക്കൾ ധാരാളം ഇവിടെ റെഡിയായത്. ചെറുപ്പക്കാരടക്കം ഈ ആത്മീയമാകുന്ന സദസ്സിൽ 9 മണിക്ക് മുമ്പേ തന്നെ സജ്ജരായി നിലകൊണ്ടത് അവർ കൊളുത്തിവെച്ചതാകുന്ന ദീപശിഖയുടെ കാരണമായിട്ടാണ്. അവർ കൊളുത്തിവെച്ചതാകുന്ന പ്രകാശത്തിന്റെ അരുണോദയമാകുന്ന ശോഭയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അവരെയൊക്കെ പിൻപറ്റാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അവ അഹങ്കാരവും ധിക്കാരവും വെച്ച് ഈ ദുനിയാവിൽ നീ ജീവിക്കണ്ട. ഹലാലായ സമ്പാദ്യത്തിന് വേണ്ടി നീ ജീവിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഫവല്ലാഹി, ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനാകുന്ന പടച്ചറബിനെ തന്നെയാണ് സത്യം. മൽ ഫഖറ അഖ്ശാ അലൈക്കും, അല്ലയോ സഹാബ, നിങ്ങളുടെ മേൽ എനിക്ക് ഭയം ദാരിദ്ര്യമല്ല, വലാകിൻ അഖ്ശാ അലൈക്കും അൻ തുബ്സത ദുനിയാ, ഞാൻ നിങ്ങളുടെ മേൽ ഭയക്കുന്നത് ദുനിയാവ് വിശാലമാകലാണ്. ഈ ദുനിയാവ് നിങ്ങൾക്ക് അപാരമായി വിശാലമാകലാണ്. എനിക്ക് എന്റെ ജീവിതത്തിൽ ഏറ്റവും നിങ്ങളോടുള്ള ഭയപ്പാട് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. നിങ്ങൾക്ക് ദുനിയാവ് വിശാലമാകലാണ് എനിക്ക് ഭയപ്പാട്. മനസ്സിലായിക്കോ? പതിയാങ്കരയിലുള്ളവർ റസൂലുള്ളാഹിന്റെ വാക്കാണ്. 1400 വർഷം മുമ്പ് പറഞ്ഞത് ഇന്ന് പ്രവാചകരുടെ ജീവിതം, പ്രവാചകരുടെ വാക്ക് നേർക്ക് നേരെ നമ്മുടെ ജീവിതത്തിൽ കാണുക. ദാരിദ്ര്യം എനിക്ക് ഭയപ്പാടില്ല. പതിയാങ്കരയിലുള്ള ഇന്ന ഉപ്പ ദാരിദ്ര്യം വന്ന് പട്ടിണി കിടന്ന് മരിക്കുമെന്ന് എനിക്ക് ഭയമില്ല. മുത്തുനബിയുടെ അധ്യാപനാണ് പറഞ്ഞത്. മറിച്ച് വലാകിൻ അഖ്ശാ അലൈക്കും അൻ തുബ്സത ദുനിയ, ഈ ദുനിയാവ് നിങ്ങൾക്ക് വിശാലമാവൽ, നിങ്ങൾക്ക് സാമ്പത്തികമാകുന്ന അഭിവൃദ്ധി കൂടി വരൽ, അതെനിക്ക് ഭയമുണ്ട് എന്ന് നബി മുഹമ്മദ് മുസ്തഫ. മുത്തുനബി ഭയക്കാണ് നമ്മുടെ വിഷയത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ദുനിയാവ് വിശാലമാകുന്നതിനെ ഭയക്കുന്നു. ഈ സദസ്സിൽ ഇരിക്കുന്നവരൊക്കെ ഒന്ന് ചിന്തിക്കും, ഒരു 30 കൊല്ലം മുമ്പ് എന്തായിരുന്നു നമ്മുടെ അവസ്ഥ? ഒന്ന് പുറകോട്ട് ചിന്തിക്കും. ഇന്ന് കാണുന്ന ഈ സമ്പത്തുണ്ടോ? ഇന്നിപ്പോ വീട് എത്തിച്ചു. അന്ന് വീടില്ലാത്തവരൊക്കെ ഇന്ന് വീടാക്കി. ഒരു 30 കൊല്ലം കൊണ്ട് വീടുണ്ടാക്കി, വാഹനം റെഡിയാക്കി, മക്കളൊക്കെ നല്ല നിലയിൽ വിദ്യാഭ്യാസം കൊടുത്ത് പല കോണുകളിലായി. ഗൾഫിലുണ്ട്, നാട്ടിലുണ്ട്, പല കോണുകളിലും നല്ല വിദ്യാഭ്യാസം ഉള്ളവരായി. പണ്ട് കടലിൽ പോയി മീൻ പിടിച്ചതിന് വരെ ഇന്ന് കടലിന്റെ വലിയ മുതലാളിയായി മാറി. ഇന്ന് കണക്ക് പിള്ളയായിട്ട് മാറിയിരിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്നവർ കടലിലൊന്നും പോവില്ല. അന്ന് കടലിൽ പോയി മീൻ പിടിച്ചതിന്റെയും കയറി പിടിച്ചതിന്റെ ഒക്കെ തഴമ്പുള്ള ആളുകൾ, പ്രായമുള്ള ആളുകളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഇന്ന് വല്ല പണിയുണ്ടോ? ഇന്നിപ്പോ പൈസ ഉണ്ട് ഇങ്ങനെ ഇരിക്കാൻ. ഇന്നിപ്പോ ഈ സദസ്സ് വിരിഞ്ഞിട്ട് നല്ല മട്ടൻ ബിരിയാണി വെക്കണമെന്ന് കരുതിയാലും കുഴിമന്തി വെച്ച് അടിക്കൂലേ? ഇപ്പൊ കടപ്പുറത്ത് പോയി കുഴിയെടുത്ത് അടിക്കും. അതിന് പറ്റിയ സാമ്പത്തിക അള്ളാഹു ഇന്ന് നൽകിയിട്ടില്ലേ? ഉണ്ടോ? ഉണ്ട്. അള്ളാഹു നിലനിർത്തി നൽകട്ടെ.
ഞാൻ പറഞ്ഞത്. ഇന്നിപ്പോ ഈ സദസ്സ് പിരിഞ്ഞിട്ട് ഇന്ന് തന്നെ ഒരു മട്ടൻ മന്തി വെക്കണമെന്ന് കരുതിയാൽ, അതിനുള്ള ഒരു ആവശ്യം നിങ്ങൾക്കുണ്ടായാൽ, അതിനുള്ള ഒരു സാഹചര്യം മക്കളെ പറയാണ് വാപ്പ ഇന്ന് വേണം നിർബന്ധം പിടിച്ചാൽ അതിനുള്ള ഒരു അവസ്ഥ അള്ളാഹു നിങ്ങൾക്ക് സാമ്പത്തികമായി നൽകിയിട്ടില്ലേ? ഉണ്ട്. അള്ളാഹു നിലനിർത്തി നൽകി അനുഗ്രഹിക്കട്ടെ. 30 കൊല്ലം മുമ്പ് എവിടെയായിരുന്നു ഒരു ഇറച്ചിയുടെ ഒരു കഷ്ണം കിട്ടാൻ, ഒരു മാംസം കിട്ടാൻ, ഒരു വറ്റ് കഞ്ഞി കിട്ടാൻ? അള്ളാഹു നമുക്ക് അന്ന് എത്ര പരീക്ഷണങ്ങളാ നൽകിയത്. അൽഹംദുലില്ലാ. ഒന്ന് അൽഹംദുലില്ലാ പറയും, ഉറക്കെ പറയും സഹോദരങ്ങൾ. ഒന്നുകൂടി പറയും, ഒന്നുകൂടി. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ എന്നോട് നന്ദി ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് അധികമായി തരും. വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്, നീതി നിഷേധം കാണിച്ചാൽ, നന്ദികേട് കാണിച്ചാൽ എന്റെ ശിക്ഷ അതികഠിന കഠോരമാണ്. അല്ലാഹു പറയാൻ. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ നന്ദിയോടുകൂടി സ്മരിക്കേണ്ട വിഭാഗമാണ് നമ്മുടെ ഈ കടപ്പുറ നിവാസി. റബ്ബിനെ എപ്പോഴും സ്മരിക്കണം. നമുക്കിപ്പോഴും ചിലർക്ക് പറയാൻ ഇങ്ങോട്ട് നമ്മൾ അൽഹംദുലില്ലാ പറയുന്നവരാകണം എപ്പോഴും. മുൻകാലഘട്ടത്തിലുള്ള പറഞ്ഞുകൊണ്ട് പടച്ച റബ്ബിലേക്ക് പാപമോചനം തേടണേ. എന്താണത് ചൊല്ലിയാൽ കിട്ടുന്ന നേട്ടം? പാപമോചനം പുറത്തു തരിക, പാപമോചനം നടത്തുക മാത്രമല്ല, അല്ലാഹു നിങ്ങൾ ചെയ്തിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ പുറത്തു തരിക മാത്രമല്ല, പാപമോചനത്തിനോടൊപ്പം പടച്ച റബ്ബ് ഓഫറിൻ്റെതാകുന്ന പെരുമഴ വർഷിക്കുകയാണ്. നിങ്ങൾക്ക് അല്ലാഹു സാമ്പത്തികമാകുന്ന അഭിവൃദ്ധി നൽകുകയാണ്. മക്കളില്ലാതെ വിഷമിക്കുന്ന സഹോദരങ്ങളെ, കടപ്പുറത്തിന്റെ പ്രിയപ്പെട്ട മക്കളെ, അല്ലാഹു നിങ്ങൾക്ക് സാലിഹീൻ മക്കളെ നൽകുകയാണ്. വയംദിദുകും ബിഅംവാലിൻ വബനീൻ വയജഅൽ ലക്കും ജന്നാത്തിൻ വയജഅൽ ലക്കും അൻഹാറാ. സ്വർഗീയമാകുന്ന ഉദ്യാനങ്ങളും സ്വർഗീയമാകുന്ന അരുവികളും അല്ലാഹു നിങ്ങൾക്ക് സമ്മാനിക്കുകയാണ്. കേവലം ഒരു അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ദിക്റിന്റെ മഹത്വം മാത്രമാണ് ഖുർആനിൽ ഈ പറഞ്ഞത്. സൂറത്തുൻ നൂഹ്. അള്ളാഹു മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. ഒരു 100 പ്രാവശ്യമെങ്കിലും ഡെയിലി എന്ത് ചെയ്യണം? ഇസ്തിഗ്ഫാർ ചെല്ലണം. അതൊന്നുമില്ല. ഇങ്ങനെ രാവിലെ എഴുന്നേക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു, പള്ളിയിൽ പോകുന്നു, ഫനായും വസാദും പറയുന്നു, ഇതൊക്കെ ചോദിച്ചോണ്ടിരിക്കാൻ മുത്താലികളില്ലേ? അമ്മമാർക്ക് ഭക്ഷണം കൊടുക്കുക ശരിയല്ല. ഇതൊക്കെയാണ് നമ്മൾ സംസ്കാരം കഴിഞ്ഞോണ്ട് വാതിക്കലോട്ട് വന്നിരിക്കുക, സ്വറ പറയുക, കഥ പറയുക, ഫനായും വസാദും പറയുക. നമ്മുടെ നാവിന് ആദ്യം കൂച്ചുവിലങ്ങിടുക, എന്നാൽ തന്നെ നന്നാവും. ഇന്നിപ്പോ ഈ ആശറായിന്റെ സുദിനത്തിൽ തന്നെ എത്ര ഫനായ പറഞ്ഞത്. നമ്മുടെ നോമ്പ് കളഞ്ഞു കുടിച്ചില്ലേ? നമ്മുടെ നോമ്പ് കളഞ്ഞു കുടിച്ചില്ലേ? എത്രയോ ഫനായും ഫസാദ് നമ്മൾ പറയുന്നത്. ആവശ്യമില്ലാത്ത വർത്താന, ഗീബത്ത്, നമീമത്ത്, പരദൂഷണം, ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എത്രയോ സഹോദരിമാർ വൈകുന്നേര സമയങ്ങളിൽ അയൽവക്കത്തുള്ളതാകുന്ന സഹോദരിമാരുമായി വർത്താനം പറയുന്നു. ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ ഫനായ്ക്കും ഫസാദിന് നേതൃത്വം കൊടുക്കുന്നു. അതിനുള്ള വാട്സാപ്പ് കൂട്ടായ്മ, ഇന്ന് കഴിച്ചതും കഴിക്കാൻ പോകുന്നതും നാളെ അടുപ്പിലിടുന്നതും ഊതിക്കുന്നതും കറിവെക്കുന്നതും തുടങ്ങിയിട്ടുള്ള എല്ലാ വസ്തുക്കളെ കുറിച്ചും ചർച്ച ചെയ്യാനുള്ള വാട്സാപ്പ് ഗ്രൂപ്പുകൾ ക്രമീകരിക്കുക. എന്നിട്ട് അതാണ് ചർച്ച. എന്തിനാണ് സഹോദരങ്ങളെ ഇങ്ങനെയുള്ള ആവശ്യമില്ലാത്ത കൂട്ടായ്മ? ചില വാട്സാപ്പ് കൂട്ടായ്മകൾ ഉണ്ടാക്കിക്കുന്ന ദുരന്തം ഇന്നും ഈ സമൂഹത്തിന് വല്ലാതെ മോശമാണ്. പഴയതാകുന്ന കൂട്ടുകാരികളെയൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള കൂട്ടായ്മകൾ ഇന്ന് സമൂഹത്തിൽ ഇന്ന് ധാരാളം കൂടി വരുന്നുണ്ട്. പണ്ട് 10ാം ക്ലാസ്സിൽ പഠിച്ചതാകുന്ന കൂട്ടുകാർ, +2 പഠിച്ചതാകുന്ന കൂട്ടുകാരികൾ ഒരുമിച്ച് കൂട്ടിയിട്ടൊരു ഗ്രൂപ്പാക്കി, വാട്സാപ്പ് ഗ്രൂപ്പാക്കി, ചാറ്റിംഗ് ആക്കി, അവസാനം അതിലുള്ള പ്രൊഫൈൽ പിക്ചറിലുള്ളതാകുന്ന പഴയ കൂട്ടുകാരിയുടെ തൊലിയുടെ വെളുപ്പ് കണ്ടിട്ട് അവളുമായി രഹസ്യമായി ചാറ്റിംഗ് നടത്തി. ആ ചാറ്റിംഗ് പിന്നെ അവിടെ അവസാനം അവരുടെ സ്വന്തം ശരീരത്തെ ചീറ്റിംഗ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടില്ലേ? ഇന്ന് ഗെറ്റ് മറ്റു പരിപാടികളുമായിട്ട് നടത്തപ്പെടുന്നതാകുന്ന പരിപാടികൾ, സ്കൂളിൽ പണ്ട് പഠിച്ചതാകുന്ന വിദ്യാർത്ഥിനികളെ ഒരുമിപ്പിച്ചുകൊണ്ട് 978-ലും 88-ലും 90-കളിലും ഒക്കെ ഒരുമിച്ച് പഠിച്ചതാകുന്ന ആളുകളെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ളതാകുന്ന ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ, 30-ഉം 20-ഉം 25-ഉം 40-ഉം വയസ്സുള്ളതാകുന്ന സഹോദര സഹോദരിമാർ ഒരുമിച്ച് ചേർന്നുകൊണ്ട് കലാലയ മുറ്റത്ത് പരസ്പരം ഇഴുകിച്ചേർന്നു കൊച്ചു വർത്തമാനങ്ങൾ പറഞ്ഞ് 4-5 മക്കളുള്ളതാകുന്ന പെൺകുട്ടികളുമായിട്ട് പ്രണയ ജോഡികളായി സ്വന്തം ഭർത്താവ്
തനിക്ക് വേണ്ടി പകലന്തിയോളം പാടത്തും പറമ്പത്തും പട്ടിണി കിടന്നുകൊണ്ട് പണിയെടുക്കുന്ന പാവപ്പെട്ടതാകുന്ന പ്രിയപ്പെട്ട മനുഷ്യനെ കളഞ്ഞിട്ട് ഇന്നലെ കണ്ടതാകുന്ന കൂട്ടുകാരനൊപ്പം പഴയതാകുന്ന കൂട്ടുകാരന് കാമുകൻ അവനുമായി വീട് വിട്ട് ഇറങ്ങുന്ന തലത്തിലേക്ക് ഇന്നത്തെ നവതലമുറയിലാകുന്ന യുവതികൾ ഗെറ്റുകറി എന്ന പേരിലുള്ള കൂട്ടായ്മയിലൂടെ ഉണ്ടായിത്തീരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. എത്രയോ സംഭവങ്ങൾ ഈ അടുത്തിടെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ സ്ഥലങ്ങളും സന്ദർഭങ്ങളും ഒന്നും പറയുന്നില്ല. പഴയ കോളേജ് കൂട്ടുകാരികളൊക്കെ ഒരുമിക്കുക, എന്നിട്ട് 10ാം ക്ലാസ്സിൽ പഠിച്ചവർ തമ്മിൽ ഒരുമിക്കുന്നു, ഒരു കൂട്ടായ്മ നടത്തുന്നു. ആ കൂട്ടായ്മയിലൂടെ ഉണ്ടാകുന്ന ദുരന്തങ്ങളാണ് ഈ പറയുന്നത്. വാട്സാപ്പ് ഒരു ഭക്ഷണം കഴിച്ചിട്ട് പിരിയുന്നതിനൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല. പരസ്പരം അവരോട് വേണ്ടുന്ന ഇസ്ലാമികമാകുന്ന വിശ്വാസ പ്രകാരങ്ങളിൽ ആചാര അനുഷ്ഠാനങ്ങളിലൊക്കെ കൃത്യത വരുത്തിക്കൊണ്ട് അതിൻ്റെതാകുന്ന മറപാലിച്ചുകൊണ്ട് നിങ്ങൾ നടത്തുന്ന നിസീമമായ പ്രവർത്തനങ്ങൾക്ക് എപ്പോഴും പരിപൂർണ്ണ പിന്തുണ തന്നെയാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇതൊരു വാട്സാപ്പ് കൂട്ടായ്മയാക്കി ആ പെണ്ണിന്റെ തൊലിവെളുപ്പ് കണ്ടിട്ട് അവളുമായി രഹസ്യമായി ചാറ്റിംഗ് അവരുടെ ഭർത്താവിൽ നിന്ന് അകറ്റിയെടുത്ത് അവരുടേതാകുന്ന വിഷമങ്ങളും ഘട്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ചോദിച്ചു മനസ്സിലാക്കി നിനക്ക് ഭർത്താവുമായിട്ട് നിന്നെ ഭർത്താവ് അത്രയേറെ സ്നേഹിക്കുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് ചെറിയ ചെറിയ പൊടിക്കൈകളൊക്കെ പ്രയോഗിച്ച് പാവപ്പെട്ട പെണ്ണിന്റെ ഹൃദയത്തിൽ നിന്ന് ഭർത്താവിനോടുള്ള സ്നേഹത്തെ അടർത്തി മാറ്റിയിട്ട് കാമുകൻ എന്ന് പറയുന്ന അന്യ സമുദായത്തിൽപ്പെട്ടവനും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവനുമാകുന്ന അവർക്ക് അന്യരാകുന്ന ആളുകൾ ഇത്തരത്തിലുള്ള ഇഴുകിച്ചേർന്നുകൊണ്ടുള്ളതാകുന്ന ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നു എന്നുള്ള ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന വസ്തുതയാണ്. വളരെ ശ്രദ്ധിക്കേണ്ട ഗൗരവമായ ഒരു വിഷയമാണ്. അത് നമ്മുടെ സമൂഹം വളരെ ശ്രദ്ധിക്കണം. ഭർത്താക്കന്മാരെ ശ്രദ്ധിക്കണം. കാണുന്ന എല്ലാ സ്ഥലത്തേക്കും യാതൊരുവിധ നിയന്ത്രണവുമില്ലാതെ ഇസ്ലാമികമാകുന്ന യാതൊരുവിധ കാര്യങ്ങളും ശ്രദ്ധിക്കാതെ ഇത്തരത്തിലുള്ള ദുന്യവിയായ പ്രഹസനങ്ങളിലേക്ക് നിങ്ങൾ പോകാൻ പാടില്ല. റസൂൽ എന്ന് പറയുന്നു, ദുന്യാവ് നിങ്ങൾക്ക് വല്ലാതെ വാരിപ്പുണരുന്നതിനെയാണ് ഞാൻ ഭയക്കുന്നത്, ദാരിദ്ര്യത്തെ എനിക്ക് ഭയമില്ല. നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുകയാണ്, ഏതുപോലെയാണ് നിങ്ങൾക്ക് ദുന്യാവ് കടന്നു വരിക, മുൻഗാമികളാകുന്ന ആളുകൾ ദുന്യാവിനെ വാരിപ്പുണരുന്നത് പോലെ നിങ്ങളും ദുന്യാവിനെ വാരിപ്പുണരുമേ. ഫതനാഫസുഹാ കമാ തനാഫസുഹാ. മുൻഗാമികളാകുന്ന ആളുകൾ ഫിർഔൻ പോലെ, നമ്രൂദ് പോലെ, ഹാമാൻ പോലെ മുൻഗാമികളാകുന്ന ആളുകൾ ദുന്യാവിന്റെ പിറകെ മത്സരിച്ചതുപോലെ നിങ്ങളും ദുന്യാവിന് വേണ്ടി മത്സരിക്കുമേ. കമാ തനാഫസുഹാ. മുൻഗാമികളാകുന്ന ആളുകൾ ദുന്യാവിന്റെ പിറകെ പോയതുപോലെ നിങ്ങളും ദുന്യാവിന്റെ പിറകെ പോകുമ്പോ ഫതുഹ്ലികകും കമാ അഗ്ലകതുഹും. അവരെ നശിച്ചതുപോലെ നിങ്ങളും ദുന്യാവിൽ നശിക്കുമേ എന്ന്, നിങ്ങളും ദുന്യാവിൽ മോശമാകുമേ എന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഫിർഔൻ എന്ന് പറയുന്ന ഏകാധിപതി, ഛത്രാധിപതിയാകുന്ന ആളുകൾ എവിടെയാണ് പോയതെന്നറിയില്ലേ? പരിശുദ്ധമായ ഖുർആൻ സുവ്യക്തമായി പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഖുർആനിലൂടെ തന്നെ ഓതി പറയുകയാ, സുബ്ഹാനല്ലാഹ്. മൂസാ നബി അലൈഹിസ്സലാമിനെ കൂട്ടാളികളെയും വല്ലാതെ പ്രയാസപ്പെടുത്തിയിരുന്നതായ ഫിർഔൻ, റംസീസ് രണ്ടാമനെന്ന് ലോകം രേഖപ്പെടുത്തിയതായ ചക്രവർത്തിയല്ലേ, തെമ്മാടിയായ മനുഷ്യരല്ലേ, ധിക്കാരിയായ മനുഷ്യരല്ലേ. അഹങ്കാരം ഹൃദയത്തിൽ മാത്രമല്ല ശരീരത്തിന്റെ ഓരോ അവയവങ്ങളിലും ഇഞ്ചിഞ്ചായി വളർന്ന് പന്തലിച്ചതായ വ്യക്തിയല്ലേ. ലോകം കണ്ട ഏറ്റവും വലുതായ സമുന്നതരായ രാജാതിരാജൻ ഞാനാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞവനല്ലേ. ഈ ലോകത്തിന്റെ സംരക്ഷകൻ റബ്ബ് ഞാനാണ് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് അഹങ്കരിച്ചവനല്ലേ. അതിനെതിരായി നിൽക്കുന്ന ആളുകളെ വല്ലാതെ ക്രൂശിച്ചവൻ ഫിർഔനല്ലേ, ഫിർഔനല്ലേ. വഫിർഔന ദിൽ ഔതാദ് അല്ലദീന തഗൗ ഫിൽ ബിലാദ്. തനിക്കെതിരെ കടന്നു വരുന്നവരെ പലകയ്ക്ക് മുകളിൽ കൊണ്ടുവന്ന് കടത്തിയിട്ട് കൈകാലുകളിലേക്ക് പച്ചയായി ശരീരത്തിൽ വസ്ത്രമില്ലാതെ കൊണ്ടുവന്ന് ഉരിഞ്ഞ് കടത്തിയിട്ട് അവരുടെ ശരീരത്തിലേക്ക് ആണി കൊണ്ടുവന്ന് തറയ്ക്കുകയാ. നഊദു ബില്ലാഹ്. ഇഞ്ചിഞ്ചായി കൊല ചെയ്യുകയാണ്. കൈകാലുകളിലേക്ക്, കവിളിലേക്ക്, ശരീരത്തിന്റെ അവയവങ്ങളിലേക്ക് ഇഞ്ചിഞ്ചായി ഓരോ അവയവങ്ങളിലും ഓരോ വിരലുകളിലും ആണി കൊണ്ടുവന്ന് അടിക്കുകയാണ്. ഖുർആൻ അവനെ വിശേഷിപ്പിക്കുകയാണ്, വഫിർഔന ദിൽ ഔതാദ്. മൂസാ
നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ അല്ലാഹയെ കൊണ്ട് വിശ്വസിക്കാതെ, മൂസാ നബിയെ കൊണ്ട് വിശ്വസിക്കാതെ, ഹാറൂൻ നബി അലൈഹിസ്സലാം എന്ന മൂസാ നബിയുടെ ജ്യേഷ്ഠനെ കൊണ്ട് വിശ്വസിക്കാതെ റബ്ബിന് എതിരായി നിലകൊണ്ടതായ വ്യക്തിയല്ലേ. ആളുകളെ ഞാനാണ് റബ്ബി എന്ന് പറയുകയും അതിലേക്ക് ക്ഷണിക്കുകയും ചെയ്ത വ്യക്തിയല്ലേ. റബ്ബ് ഞാനാണ് എന്ന് അംഗീകരിക്കാത്തവരെ പിടിച്ചു കൊണ്ടുവരൂ, കൊണ്ടുവന്ന പച്ച പലകയിലേക്ക് കടത്തിയിട്ട് അവരെ പച്ചയായി കൊണ്ടുവന്ന് ശരീരത്തിലേക്ക് ആണി കൊണ്ടടിക്കൂ എന്ന് ഖുർആൻ പറയുക. ആ രീതിയിൽ അവൻ പ്രവർത്തിച്ചവനാണ് ആണിയുടയവനാകുന്ന ഫിർഔൻ അല്ലദീന തഗൗ ഫിൽ ബിലാദ്. ഈജിപ്ത് മുഴുവൻ കൈവെള്ളയിൽ കൊണ്ടു നടന്ന അഹങ്കാരിയല്ലേ, ധിക്കാരിയല്ലേ. എന്റെ അധികാരത്തിലാണ് ഈ മനോഹരമാകുന്ന നൈൽ നദി പോലും ഒഴുകുന്നവനെന്ന് വാദിച്ചവനല്ലേ. ഈ മിസ്ർ എന്ന് പറയുന്ന സുന്ദരമായ കൃഷിഭൂമിയാകുന്ന ഈജിപ്തിന്റെ മനോഹാരിത മുഴുവനും എന്റെ അധീനതയിലാണെന്ന് ഗീർവാണം മുഴക്കിക്കൊണ്ട് നിലകൊണ്ടവനല്ലേ. നഊദു ബില്ലാഹ്. മൂസാ നബി അലൈഹിസ്സലാമിനെ കൊണ്ടും അദ്ദേഹത്തിൻ്റെതാകുന്ന അല്ലാഹുവിനെ കൊണ്ടും വിശ്വാസം നൽകിയതായ ഏതാനും ചില മരണക്കാരെ കുറിച്ച് അവൻ പറഞ്ഞതായ വാക്ക് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്. വലൗസല്ലിബന്നകും ഫീ ജുദൂഇൻ നഖൽ വലതഅലമുന്ന അയ്യുനാ അശദ്ദു അദാബൻ വഅബ്ഖാ. നിങ്ങൾക്ക് ഞാൻ അനുവാദം നൽകുന്നതിന് മുമ്പ് മൂസായെ കൊണ്ടും അവന്റേതാകുന്ന അല്ലാഹുവിനെ കൊണ്ടും എന്റെ കൂട്ടുകാരായി നിലകൊണ്ടതായ സാഹിരികളായ ആളുകളെ നിങ്ങൾ വിശ്വസിച്ചുവോ? അവരെ പിടിച്ചു കൊണ്ടുവരണേ. ഫലഉഖത്തിഅന്ന ഐദിയകും വഅർജുലകും മിൻ ഖിലാഫ്. അവരുടെ വലത് കൈ ഛേദിക്കണേ, ഇടത് കാല് വെട്ടിയെടുക്കണേ. ഫിർഔന്റെ പ്രവർത്തനമാണ്. ലോകത്ത് ഒരു രാജാവും ഒരു ഏകാധിപതി അങ്ങനെ ചെയ്തിട്ടില്ല. ഫിർഔനെ കൊണ്ട് അവിശ്വസിച്ച അല്ലാഹു എന്ന ഏകദൈവത്തെ കൊണ്ട് ഏതാനും ചില ആളുകൾ, ചരിത്രം ഞാൻ പറയുന്നത് വിശാലമാണ്, അവരോട് പറയാൻ അവരെ ചെയ്യേണ്ടത് പട്ടാളക്കാരോട് പറയാ, ഇവരുടെ വലത്തെ കൈ വെട്ടുമ്പോ ഇടത്തെ കാല് അവന്റെ മുറിക്കണം. ഇനി ഏതെങ്കിലും ഒരുത്തന്റെ ഇടത്തെ കൈയാണ് മുറിക്കുന്നതെങ്കിൽ ഏത് വെട്ടണം? വലത്തെ കാല് വെട്ടണം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേസ് ചെയ്യാ. വലത്തെ കൈയാണ് വെട്ടിയെങ്കിൽ ഇടത്തെ കാല്, ഇടത്തെ കൈയാണ് വെട്ടിയെങ്കിൽ വലത്തെ കാല്. അതാകുമ്പോ ഒരിക്കലും അവൻ എന്ത് ചെയ്യൂല, സ്വാധീനം ഉണ്ടാവൂല. ഒരുത്താളുടെ വലത്തെ കൈയും വലത്തെ കാലും പോയി ഇടത്തെ കാലും ആസ്വദിച്ചു പോവാം. ഇത് മറ്റേത് 8-10 വലത്തെ കൈയും പോയി പുറത്തും പോയി. നോക്കണം അവൻ കൊടുക്കുന്ന കിരാതമായ അവന്റെ ശിക്ഷ, അവന്റെ ബുദ്ധിവൈഭവം. അവൻ ഈ വിഷയത്തിൽ പ്രാവീണ്യം നേടിയിട്ടുള്ളതാകുന്ന എത്ര ദർശനാശക്തിയുള്ളവനായിരുന്നു. ചിന്തിക്കണം, എത്ര ക്രൂരമായ നടപടിയാണ് അവൻ സ്വീകരിക്കുന്നത്. അങ്ങനെ അവരുടെ കൈകാലുകൾ അങ്ങനെ വിച്ഛേദിച്ചു. വലത്തെ കൈ വെട്ടി, ഇടത്തെ കാല് വെട്ടി. ഒരുത്തന്റെ അങ്ങനെ വെട്ടുമ്പോൾ അടുത്തവന്റെ ഇടത്തെ കൈയും വലത്തെ കാലും. എന്നിട്ട് അവരെ കൊണ്ടുവന്ന് പച്ച പലകയിലോട്ട് കൊണ്ടുവന്ന് അടിക്കാൻ പറഞ്ഞു. ആണിക്കടിക്കാണ് ബാക്കിയുള്ള അവയവങ്ങളിലേക്ക് രക്തം ഇങ്ങനെ വാർന്നൊലിക്കുന്നു. ആലോചിച്ചു, ജീവൻ പോവാൻ. ഷഹീദ് എന്ന് പറഞ്ഞ ഇതൊക്കെയാണ് ഷഹീദ്. അല്ലാതെ ഒറ്റയടിക്ക് കഴുത്ത് വെട്ടിയിടുന്നതല്ല. കൈ കാലുകൾ ഇഞ്ചിഞ്ചായിട്ട് വേദന കൊടുത്തു കൊല്ലുകയാണ്, ആണി അടിക്കുകയാണ്, ക്രൂശിക്കുകയാണ്. ഖുർആൻ പറഞ്ഞ ചരിത്രമാണ് സഹോദരങ്ങളെ. ഇതെല്ലാം ഈ ഉമ്മത്ത് പഠിക്കേണ്ടത്. وَلَأُصَلِّبَنَّكُمْ فِي جُذُوعِ النَّخْلِ وَلَتَعْلَمُنَّ أَيُّنَا أَشَدُّ عَذَابًا وَأَبْقَى. മൂസാ നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തെ അദ്ദേഹത്തെ കൊണ്ട് വിശ്വസിച്ചതായ ഫിർഔനിന്റേതാകുന്ന കൂട്ടാളികളോട് ചെയ്ത നീചമായ പ്രവർത്തനമാ. സുബ്ഹാനല്ലാഹ്. അവരപ്പോഴും ആ കൊഴുകുമരത്തിൽ കടക്കുമ്പോഴും അവർ വിളിച്ചു പറയുകയാ, ക്രൂശിക്കുമ്പോഴും അവർ പറയുന്നു, ആമന്നാ ബിറബ്ബി മൂസ വഹാറൂൻ. മാറ്റമില്ല. തൗഹീദിന്റേതാകുന്ന മന്ത്രോച്ചാരണം നടത്തുകയാണ്. ഏത് ഏകാധിപതി ഭരിക്കട്ടെ,
ഏത് സ്വേച്ഛാധിപതി ഭരിക്കട്ടെ, ഈമാൻ കളഞ്ഞു കുടിക്കാൻ പാടില്ല മുസ്ലിമേ. ഏക സിവിൽ കോഡ് കൊണ്ടുവന്നാലും ഏത് തലത്തിലേക്കും നിന്നെ ക്രൂശിക്കപ്പെട്ടാലും ഈമാൻ പണയം വെക്കാൻ പാടില്ല. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിനെ കൊണ്ടും ഹാറൂനിനെ കൊണ്ടും ഞങ്ങളിതാ വിശ്വസിച്ചു എന്ന് ഫിർഔനിന്റെ കൂട്ടാളികൾ പറയുകയാണ്. ആമന്നാ ബിറബ്ബി മൂസാ വഹാറൂൻ. മൂസാ നബിയെ കൊണ്ടും ബഹുമാനപ്പെട്ടതാകുന്ന ഹാറൂനെ കൊണ്ടും അവരുടെ റബ്ബിനെ കൊണ്ടും ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുന്നു. മാറ്റമില്ല, ഈമാനൊന്നും പുറകോട്ട് പോകില്ല. എങ്ങനെയൊക്കെ ഇനി ഞങ്ങളെ കൊന്നാലും ആലോചിച്ചു നോക്കുക. നമ്മുടെയൊക്കെ കൈവരയിലോട്ട് എന്തെങ്കിലും ഒന്ന് വന്നാല് ഒരു മെഴുകുതിരി കൊണ്ടൊന്ന് പൊള്ളി വീണാ മതി, അപ്പൊ ഈമാനും തെറ്റിപ്പോകുന്ന ഈമാന. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അധികമൊന്നും വേണ്ട, ഭയങ്കര ആൾക്കാരായിട്ടാണ് നമ്മളിരിക്കുന്നത്. ഒരു ഈമാനില്ല. അതുകൊണ്ടാണല്ലോ 27-ാമിന് ഒരു പൊതി കിട്ടി, രണ്ടാമത്തെ പൊതി ഹരിയര് പിന്നെ കിട്ടുക. ഇല്ല, കിട്ടിയില്ല. 27-ാമിന് വന്നിരിക്കുക, തൗബയുടെ കുടത്തി കൈയിട്ടിട്ട് മൊത്തം തൗബയും വാങ്ങിച്ചിട്ടിരിക്കുക. അപ്പോഴും പൊതി പച്ച കള്ളം പറഞ്ഞിട്ട് പിന്നെ പൊതി വാങ്ങിച്ചിട്ട് ആക്റ്റീവാക്കാത്ത ആക്റ്റീവായിട്ട് കൊണ്ടുപോയി വെച്ചിട്ട് ഓടുക. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ആണോ അല്ലയോ? എത്ര കിട്ടിയാലും മതിയാവൂല. പിറ്റേ ദിവസം നോമ്പാണ്. ഇത് ഇടയത്താഴത്തിന് കൊണ്ടുവന്നിട്ട് അപ്പച്ചമ്പി കയറ്റിയിട്ട് ആവി കയറ്റി അടിക്കുകയാണ്. വയറിളക്കി തൂറുകയാണ്. എന്നാലും കുഴപ്പമില്ല, പിന്നെയും സാധനം കൊണ്ടുപോകണം. ഇത് വയറ്റി പിടിക്കുന്നില്ല. 2 ദിവസമായപ്പോ ഇത് ഇടങ്ങേറാണ്. എന്നാലും കുഴപ്പമില്ല, പിന്നെയും എടുത്തോണ്ട്. ആണോ അല്ലയോ? ആണ്. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കണം. അതുകൊണ്ട് അതൊക്കെ ഒന്ന് ഒഴിവാക്കി. എന്നിട്ട് നന്നാവിൻ. നമുക്കെന്തിനും ഒരെണ്ണം പറക്കത്തിന് വിശ്വമില്ല. രണ്ടാമത് ചോദിക്കും, കിട്ടിയതാണ്. കിട്ടുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു, എനിക്ക് കിട്ടിയിരുന്നു. സത്യം പറയാമല്ലോ, ഇതിന് നമ്മൾ കള്ളം പറയുന്നു. നമ്മളിതൊക്കെ ഒരു ബറക്കത്ത് ഉദ്ദേശിച്ചു കൊണ്ടുപോകുന്നല്ലേ? ആണോ അല്ലേ? മറ്റുള്ളവർക്ക് കൂടി അത് എത്തട്ടെ. അങ്ങനെ ഒരു വിശാലത ചെയ്യണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എല്ലാം നമുക്ക് വേണം. ദുനിയാവ് ഇങ്ങനെ വാരിപ്പുണരുക. ഭക്ഷണമായാലും എത്ര പൊതി കിട്ടിയാലും ഇതിങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടി വല്ലാതെ ആഗ്രഹിക്കുക. ഒരിക്കലും പാടില്ല. വളരെ ശ്രദ്ധിക്കണം. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. പഠിച്ചു വെക്കണേ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. നിർത്ത ഒരു 10 മിനിറ്റിനുള്ളിൽ. ബുദ്ധിമുട്ടണ്ട, 10 മിനിറ്റ് നിർത്താം. അല്ലാഹു ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ. ഈ 24 പടച്ചറപ്പിന്റെ ദർബാറിലുള്ള നൃത്തത്തിന് കുറവ് വരുത്താക്കണേ അല്ലാ. മഹ്ശറയിലുള്ള നൃത്തം ഞങ്ങൾക്ക് കുറവ് വരുത്താൻ ഈ സദസ്സിലെ ഇരുത്തം നീ സബബാക്കണേ അല്ലാ. ലോകം കണ്ട ഏറ്റവും വലിയ ഏകാധിപതിയും സ്വേച്ഛാധിപതിയുമാകുന്ന ഫിർഔൻ റംസീസ് രണ്ടാമത്തേതാകുന്ന അധപതനം തുടങ്ങുകയാണ്. മൂസാ നബി അലൈഹിസ്സലാം അവനെതിരെ ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ പടച്ച റബ്ബേ, റബ്ബന തുമിസ് അലാ അംവാലിഹിം വസ്ജുദ് അലാ ഖുലൂബിഹിം ഹത്താ യറവുൽ അദാബൽ അലീം. അവന്റെ സമ്പത്ത് മുഴുവനും നീ തകർക്കണേ അല്ലാ. സമ്പത്തിന്റെ അഹങ്കാരം കൊണ്ടല്ലേ അവൻ ഈ ധിക്കാരം കാണിക്കുന്നത് പടച്ച റബ്ബേ. അവന്റെ സമ്പത്ത് മുഴുവനും നീ ഇല്ലാതാക്കണേ അല്ലാ. എല്ലാം നീ തകർത്തെറിയണേ അല്ലാ. വസ്ജുദ് അലാ ഖുലൂബിഹിം, അവന്റെ ഹൃദയത്തിൽ നീ കാഠിന്യത കൊടുക്കണേ അല്ലാ. അവനെ നീ പിടിച്ചു നിർത്തണേ റബ്ബേ. അവന്റേതാകുന്ന സർവ്വ അഹങ്കാരത്തെയും നീ ഇതോടുകൂടി തീർക്കണേ അല്ലാ. ഹത്താ യറവുൽ അദാബൽ അലീം, വേദനാജനകമാകുന്ന ശിക്ഷ അവന് നീ നൽകണേ അല്ലാ. മൂസാ നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയാണ്. മൂസാ നബി അലൈഹിസ്സലാമിനെയും സമൂഹത്തെയും അതാ ഫിർഔനും കൂട്ടാളികളും പുറകെ ഓടിക്കുക. സുബ്ഹാനല്ലാഹ്, ചരിത്രം വിശാലമാണ്. ചെങ്കടലിന്റെ പരിസരത്ത് എത്തുകയാണ് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം. കയ്യിലിരിക്കുന്ന വടി കൊണ്ട് ചെങ്കടലടിക്കാൻ വേണ്ടി പടച്ച റബ്ബ് പറയുകയാണ്. വജാവസ്നാ ബിബനി ഇസ്രായീലൽ ബഹറ ഫഅത്ബഅഹും ഫിർഔൻ വജുനൂദുഹും ബഗയൻ വഅദ്വാ. അതിശത്രുതയോടുകൂടി അഹങ്കാരത്തോടുകൂടി മൂസാ അലൈഹിസ്സലാമിനെയും സമൂഹത്തെയും ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ഈജിപ്തിന്റെ മണ്ണിൽ നിന്ന് ഓടിക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ട് അതാ ഫിർഔനും കൂട്ടാളികളും 10,000
ആയിരക്കണക്കിന് പടയാളികളുമായി അശ്വാരൂഢന്മാരുമായി കുതിരയുടെ പുറത്ത്, ഒട്ടകത്തിന്റെ പുറത്ത്, കഴുതയുടെ പുറത്ത് വലിയ വലിയ വാഹന മുഖത്തോടുകൂടി കടന്നു വരുന്നതാകുന്ന ഫിറഔന് പാവപ്പെട്ടതാകുന്ന മൂസാ നബി അലൈഹിസ്സലാമും ഏതാനും ചില വിശ്വാസികളും പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ഈജിപ്തിന്റെ മണ്ണിൽ നിന്ന് യാത്ര പറയുകയാണ്. അതാ കടന്നു വരുകയാണ്. ചെങ്കടലിന്റെ പരിസരത്തേക്ക് എത്തിയപ്പോ അല്ലാഹ് പറയുന്ന മൂസാ നിന്റെ കയ്യിലിരിക്കുന്ന വടി കൊണ്ട് ചെങ്കടലിൽ നടിക്കണേ. മുഅ്ജിസത്തിന്റെ അമാനുഷികമാകുന്ന വടി കൊണ്ട് നിലത്തടിച്ചപ്പോ സുബ്ഹാനല്ലാഹ് ആ കടൽ ഇരു പാർശ്വങ്ങളിലേക്ക് മാറുകയാണ്. ഈ ലോകത്തിന്റെ തമ്പുരാനായ പടച്ചറബ് രണ്ട് വസ്തുക്കളോട് പറയുകയാണ്, ചെല്ലിൻ നിങ്ങൾ വേഗം. ഒന്ന് കാറ്റിനോടാണ്, മറ്റൊന്ന് സൂര്യനോടാണ്. വേഗം തന്നെ കാറ്റ് വരികയാണ്. അതിശക്തമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന തിരമാലകൾ കൊണ്ടൊഴുകിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ അപകടകാരിയാകുന്ന, ലോകത്തെ തന്നെ ഏറ്റവും വലിയ അപകടകാരിയായ അറിയപ്പെടുന്നതാകുന്ന ചെങ്കടൽ, ആ ചെങ്കടൽ ഇരു പാർശ്വങ്ങളിലേക്കും കാറ്റടിച്ചുകൊണ്ട് മാറ്റി നിർത്തുകയാണ്. ഒരു മതിൽ പോലെ മാറ്റി നിർത്തുകയാ. വേഗം തന്നെ സൂര്യന്റെ രശ്മിയുടെ കിരണങ്ങൾ വന്നുകൊണ്ട് ആ കടലിന്റെ അടിയിലേക്ക് വന്നുകൊണ്ട് പതിക്കുകയാണ്. വേഗം തന്നെ കടലിന്റെ താഴ്ഭാഗം ഉണക്കി കൊടുക്കുകയാ. ബഹുമാനപ്പെട്ടതാകുന്ന മൂസാ നബി അലൈഹിസ്സലാമും കൂട്ടാളികളും അതിലൂടെ സുന്ദരമായി ചെങ്കടൽ മുറിച്ചു കടക്കുകയാണ്. ചെങ്കടൽ മുറിച്ചു കടന്നു. ഈ അടുത്ത് നിങ്ങൾ ഒരാഴ്ച മുമ്പ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവിടെ വാർത്തയുണ്ടായിരുന്നു, കന്യാകുമാരിയിൽ കടല് നീങ്ങി 50 മീറ്ററോളം ഉൾവലിഞ്ഞു. വാർത്തകൾ വായിച്ചായിരുന്നു? അതാ ന്യൂസ് അടിച്ചു നോക്കി നിങ്ങൾ. ഈ കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് തന്നെ 50 മീറ്റർ ഉൾവലിഞ്ഞു കന്യാകുമാരിയിൽ. 50 മീറ്റർ പാറകളൊക്കെ തെളിഞ്ഞു. അവിടെയുള്ള ബോട്ട് സർവീസ് അന്നത്തെ ദിവസം നിർത്തിവെച്ചു. അവസാനം വൈകുന്നേരമായപ്പോഴാണ് അത് വീണ്ടും കൂടിച്ചേർന്നത്. നോക്കൂ നിങ്ങൾ, വർഷങ്ങൾക്ക് മുമ്പ് നടന്ന പ്രതിഭാസത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 2023 കാണിച്ചു തരാൻ. 50 മീറ്റർ ഇങ്ങനെ നീങ്ങുന്നത് ആര് നീക്കിയതാ? അല്ലാഹ് നീക്കിയാണ്. അല്ലാതെ മനുഷ്യന്മാരെ നീങ്ങിക്കോ എന്ന് പറഞ്ഞാൽ നീങ്ങോ? മനസ്സിലാക്കണം. ഇവിടുന്ന് പടച്ചറബ് അത് കാണിച്ചു തരികയാണ് നമുക്ക് ഈ ഉമ്മത്തിന് 2023 ദൃഷ്ടാന്തമായി. സുബ്ഹാനല്ലാഹ്, മൂസാ നബി അലൈഹിസ്സലാമും സമൂഹവും അപ്പുറത്ത് എത്തുകയാണ്. ചെങ്കടൽ മുറിച്ചു കടക്കുകയാണ്. തൊട്ടുപുറകെ ഫിർഔനും കൂട്ടാളികളും അതാ കടലിലേക്ക് പ്രവേശിക്കുകയാണ്. മാറി നിൽക്കുന്നതാകുന്ന ചെങ്കടൽ കണ്ടു. അത്ഭുതത്തോടുകൂടി തന്നെ അതിനുള്ളിലേക്ക് കടക്കുകയാണ്. എത്രയും വേഗം മൂസയെ പിടിക്കണം. ചിന്തിക്കുന്നില്ല ഈ കടൽ വന്ന് ചേരുമെന്ന്. ഒരിക്കലും അത് ചേരുമെന്ന് ചിന്തിക്കുന്നില്ല. കാരണം ഞാനാണ് രാജാധിരാജൻ, അധികാരത്തിന്റെ പരമോന്നതനാകുന്ന മത്ത് പിടിച്ചതാകുന്ന ഫിർഔന് നടുക്കളത്തിലെ എത്തിയപ്പോൾ തന്നെ അല്ലാഹു പറയുകയാ, കടലേ തിരിച്ചു പഴയതുപോലെ ആകണേ. സുബ്ഹാനല്ലാഹ്, വഅഗ്റഖനൽ ഫിർഔന വജുനൂദഹു, ഫിർഔനെയും അവന്റെ സമൂഹത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ചെങ്കടലിൽ എലിക്കുഞ്ഞിനെ മുക്കിക്കൊല്ലുന്നത് പോലെ നിസ്സാരമായി, ഒരു സാധാ സീത എലിക്കുഞ്ഞിനെ വെള്ളത്തിൽ മുക്കിക്കൊല്ലുന്നത് പോലെ നിസ്സാരമായി പടച്ചറബ് കൊന്നുകളയുകയാ. ഹത്താ ഇദാ അദ്റകഹുൽ ഖറഖു, തൊണ്ടക്കുഴിയിലേക്ക് വെള്ളം ഇങ്ങ് എത്തിയപ്പോ, അവസാന ശ്വാസത്തിലേക്ക് എത്തിയപ്പോ, മരിക്കുമെന്ന് ഉറപ്പ് വന്നതാകുന്ന സമയത്ത് ഫിർഔൻ എന്ന് പറയുന്ന ഏകാധിപതി, ആരാണിവൻ? എന്റെ കാൽച്ചുവട്ടിലൂടെയാണ് ഈ വരുന്നതാകുന്ന നൈൽ നദി ഒഴുകുന്നത് എന്ന് അഭിമാന പുരസ്സരം പറഞ്ഞ, ഞാനാണ് അധികാരത്തിൻ്റെതാകുന്ന പരമോന്നതമാകുന്ന പദവിയിൽ നിലകൊള്ളുന്നത്, ഞാനാണ് റബ്ബി എന്ന കീർവാണം മുഴക്കിയ ഏറ്റവും വലിയ മോശപ്പെട്ടതാകുന്ന വ്യക്തിയല്ലേ? തനിക്കെതിരെ നിലകൊണ്ടതാകുന്ന ആളുകളെ ആണിയടിച്ചുകൊണ്ട് ക്രൂശിച്ചവനല്ലേ? ലക്ഷക്കണക്കിന് ചെറിയതാകുന്ന ആൺകുട്ടികളെ നിഷ്ഠൂരമായി കൊന്നടുക്കിയവനല്ലേ? അവരിതാ വിളിച്ചു പറയുകയാണ്, ആമന്തു ബില്ലദീ ബിറബ്ബി മൂസാ വ ഹാറൂൻ ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനൂ ഇസ്രായീൽ. ഞാനിതാ ഇസ്രായേലി ജനത വിശ്വസിച്ച ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിന്റെ റബ്ബാകുന്ന ഏകദൈവ തമ്പുരാനാകുന്ന പടച്ചറബിനെ കൊണ്ട്, അല്ലാഹുവിനെ കൊണ്ട് ഞാനിതാ വിശ്വസിക്കുകയാണ്. അവൻ വിളിച്ചു പറയുകയാണ്. ബഹുമാനപ്പെട്ടതാകുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഈ ചരിത്രം പറഞ്ഞു കൊടുത്തതാകുന്ന ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, നബിയേ അവനിതിങ്ങനെ ആവർത്തിക്കാൻ തുടങ്ങി. കാരണം പടച്ചറബ് കാരുണ്യവാനാണ്. ഞാനിതാ പടച്ചറബ് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. അല്ലാഹ് എനിക്ക് പൊറുക്കലിനെ തേടണേ. ഞാനിതാ പൊറുക്കലിനെ തേടുന്നു. എന്റെ എല്ലാ പാപങ്ങളും അപരാധങ്ങളും പുറത്തു തരണേ എന്ന് ആ സമയം
സമയത്ത് വ്യക്തി തൗബ ചെയ്യുന്നതുകൊണ്ട് അള്ളാഹു എങ്ങാനും പുറത്തു കൊടുത്തെങ്കിലോ എന്ന് ഭയന്നിട്ടാണ് ഞാൻ ആ രീതിയിൽ വർത്തിച്ചത് എന്ന് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ട മുസ്ലിമേ. ഈ രീതിയിൽ ലോകം മുഴുവൻ മടക്കി വരിച്ചതാകുന്ന ഫിർഔനിന്റെ അധപ്പതനം നടന്നതും പരിശുദ്ധമായ മുഹറം 10-നാണ്. ഈ വലിയതാകുന്ന ചക്രവർത്തി ഏകാധിപതിയും സ്വേച്ഛാധിപതിയുമായി നിലകൊണ്ടവൻ, ദുന്യാവിന് വേണ്ടി നടന്നവൻ, അവന്റേതാകുന്ന അധപ്പതനം, അവന്റേതാകുന്ന കീഴടങ്ങൽ, ചത്തൊടുങ്ങിയത് ചെങ്കടലിൽ അവനെ കൊന്നത് ഈ പരിശുദ്ധമായ സുദിനത്തിലാണ്. അല്ലാഹു പറയുന്നു ഫൽയൗമ നുനജ്ജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയ. ഇന്നേ ദിവസം ഉണ്ടായ ഈ സംഭവം ഇവിടെ ശ്രദ്ധിക്കണേ. അല്ലാഹു പറയാൻ ഫല്ലൗ ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയ. ഇനി വരാനിരിക്കുന്ന ഒരു സമൂഹമുണ്ട്, പതിയാങ്കരയുള്ളതാകുന്ന വിശ്വാസികളുണ്ട്. അവർക്കും അന്നുള്ള അവിശ്വാസികൾക്കും അന്നുള്ള നിരീശ്വരവാദികൾക്കും അവിടെയുള്ള യുക്തിവാദികൾക്കും ഇസ്ലാമിനെ ചാനലുകൾ കയറിയിരുന്നു കൊണ്ട് തെറിയഭിഷേകം നടത്തുന്നതായ ആളുകൾക്കുമൊക്കെ ഒരു വലിയ ദൃഷ്ടാന്തമായിട്ട് ഞാൻ അവശേഷിപ്പിക്കുകയാണ് ഇവന്റേതാകുന്ന ശരീരത്തെ എന്ന് പരിശുദ്ധമായ ഖുർആൻ. നിന്റെ ശരീരത്തെ നാം ശേഷിപ്പിക്കും, അതിനെ നാം രക്ഷപ്പെടുത്തി സംരക്ഷിക്കും. ഇവന്റെ ശരീരത്തെ അള്ളാഹു കാത്തു സംരക്ഷിച്ചു. ഇന്നും നിങ്ങൾ ഈജിപ്തിൽ നാഷണൽ മ്യൂസിയത്തിൽ പോയാൽ നേർക്ക് നേരെ കാണാം. $20 കൊടുക്കണം അവനെ കാണാൻ. $10 ലൈബ്രറി കയറുന്നതിന്, അവന്റെ പൂമുഖം ദർശിക്കുന്നതിന്. പൂമുഖം എന്ന് പറഞ്ഞത് കളിയാക്കി പറഞ്ഞതാ. ദർശിക്കുന്നതിന് $10 കൂടി, അങ്ങനെ $20 കൊടുക്കണം. അങ്ങനെ കൊടുത്ത് ഞാൻ കണ്ടു. അവനെ നേർക്ക് നേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അള്ളാഹു നമുക്കൊക്കെ കാണാൻ തൗഫീക്ക് തരട്ടെ. എന്തിനാത്? നബിയെ സിയാറത്ത് ചെയ്യുന്ന പോലെ അല്ല, മഹത്തുക്കളെ സിയാറത്ത് ചെയ്യുന്ന പോലെ അവനെ പോയി സിയാറത്ത് ചെയ്യാനല്ല, മറിച്ച് ആ ഹൈവാനെ ഒന്ന് കണ്ടിട്ട് 2 വാക്കൊന്ന് സംസാരിക്കാൻ. ഒരു ദൃഷ്ടാന്തമാണത്, ഇന്നും ജീവിച്ചിരിക്കുന്ന ദൃഷ്ടാന്തം. ഇന്നും ഈ സമൂഹത്തിൽ യുക്തിവാദികളില്ലേ, നിരീശ്വരവാദികളില്ലേ, യുക്തിവാദികളില്ലേ, ഇസ്ലാമിനെതിരെ കൊഞ്ഞണം കുത്തുന്നവരില്ലേ. എന്നാൽ ഖുർആനിന്റെ സൂറത്ത് യൂനിസിലെ ഈ അധ്യായം ഇന്നും ജനങ്ങൾക്ക് വലിയതാകുന്ന പാഠമാണ്. ഈ സൂക്തം എന്നും നിലനിൽക്കും. ജനങ്ങളിൽ അധികം ആളുകളും ഈ ദൃഷ്ടാന്തത്തൊട്ട് അശ്രദ്ധരാണ്. ശരിയാണ്, ആരും ചർച്ച തന്നെ ചെയ്യുന്നില്ല. വേറെ ഏതെങ്കിലും മതത്തിനാണെങ്കിൽ ഇന്നും ചർച്ച ചെയ്താൽ. നിങ്ങൾക്കറിയുമോ ഇവന്റേതാകുന്ന ബോഡിയെ കണ്ടെത്തിയത് എപ്പോഴാണെന്നറിയുമോ? ഈ സംഭവം നടക്കുന്നത് BC 1235-ലാണ്. BC 1235. അതിനുശേഷം AD 1881-ലാണ് ഇവന്റെ ബോഡി കണ്ടെടുക്കുന്നത്. അഥവാ ഏകദേശം 3116 വർഷങ്ങൾക്ക് ശേഷം. ശരിക്കും പഠിക്കണേ, ശരിക്കും മനസ്സിലാക്കി. ഇവന്റേതാകുന്ന ബോഡിയെ കടലിന്റെ ആഴിയിൽ നിന്ന്, ചെങ്കടലിൽ നിന്ന് കണ്ടെടുക്കുന്നത് എപ്പോഴാണ്? 3116 വർഷങ്ങൾക്ക് ശേഷം. ഒരു കേടുപാടുമില്ല. 1908-ൽ ഇവന്റേതാകുന്ന ശരീരത്തെ അന്ന് ജീവിച്ചിരുന്ന ഫ്രഞ്ച് ശാസ്ത്രജ്ഞൻ അദ്ദേഹം പരിശോധന നടത്തി. സ്മിത്ത് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം പറയുന്നു, വല്ലാത്ത അത്ഭുതം, ഖുർആൻ പറഞ്ഞത് സ്ഥിരപ്പെട്ടിരിക്കുന്നു. കാരണം ഇദ്ദേഹത്തിന്റെ ആന്തരിക അവയവങ്ങൾക്ക് പോലും ഒരു കേടുപാടുമില്ല. ഇന്നുകൊണ്ട് മ്യൂസിയത്തിൽ പോയി നോക്കണം. ഈജിപ്തിൽ വലിയ മ്യൂസിയമാണ്. ഗവേഷണ നിരീക്ഷണ പരീക്ഷണങ്ങൾ നടത്തുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ വളരെ വലിയ പഠനത്തിന് ഉപകരിക്കുന്ന, നിന്ന് ദാരിദ്ര്യനായി വന്നവൻ അവൻ ഈജിപ്തിന്റെ ഭരണം കയ്യേറിയത് എങ്ങനെ? അള്ളാഹു പറഞ്ഞു, 2 ക്വാളിറ്റി അവനുണ്ടായിരുന്നു മൂസ. ആ 2 ക്വാളിറ്റി ഈ ഉമ്മത്തിനുണ്ടാവണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുണ്ടായാൽ നമ്മൾ വിജയിച്ചു. 2 ക്വാളിറ്റി അവനുണ്ടായി, ഒരുപാട് ദുശീലങ്ങൾ ഉണ്ടായി, അതുകൊണ്ടാണ് അവൻ തകർന്നത്. നമുക്ക് അവനുണ്ടായ 2 ക്വാളിറ്റി നമുക്ക് വേണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒന്ന് കിഴക്ക് വെള്ള കയറിയാൽ, സൂര്യന് കിഴക്കുദിച്ചാൽ പിന്നെ ഫിർഔൻ ഉറങ്ങൂല. നമ്മൾ നായയെ ഭയങ്കര കുറ്റം പറയും, പക്ഷെ നായയുടെ തനി സ്വഭാവമാണ് നമുക്കുള്ളത്. ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ നായ ഇവിടെ വന്നു കേട്ടോണ്ടുണ്ടാവും. 3 മണിയാവുമ്പോൾ സംഭവം നായ ഉറങ്ങും. നമ്മൾ 3 മണിയാവുമ്പോൾ വാട്സാപ്പും ഫേസ്ബുക്കും ചാറ്റിംഗ് ഒക്കെ ഒഴിവെച്ച് ടാറ്റാ ബൈബി ഉറങ്ങും. പിന്നെ പിറ്റേ ദിവസം 8 മണിക്ക് എഴുന്നേൽക്കുന്നത്. തഹജ്ജുദില്ല, സുബഹിയില്ല. ബറക്കത്ത് കെട്ടവനായിരിക്കണമെങ്കിലേ സുബഹിക്ക് ശേഷം ഉറങ്ങ് പരമസുഖത്തിലേ.
ഉസ്താദിന്റെ വരികളാണ്, പഠിച്ചു വെക്കണേ. എനിക്ക് ജീവിതത്തിൽ ബറക്കത്ത് വേണമെന്ന് ആശ വേണോ? ജോലിയിൽ ബറക്കത്ത് വേണോ? സമ്പത്ത് വർധന വേണോ? മക്കള് സ്വാലിഹീങ്ങളാണോ? കുടുംബത്തിൽ ഐശ്വര്യം വേണോ? എങ്കിൽ സുബഹി കഴിഞ്ഞ് ഉറങ്ങാൻ പാടില്ല. ബറക്കത്ത് കെട്ടവനായിരിക്കണമെങ്കിലേ സുബഹിക്ക് ശേഷം ഉറങ്ങ് പരമസുഖത്തിലേ. ജീവിതത്തിൽ ബറക്കത്ത് വേണ്ട എന്ന് ആഗ്രഹിക്കുന്ന മക്കളെ, അങ്ങനെ ഒരാളും ആഗ്രഹിക്കാറില്ല. അങ്ങനെ ആഗ്രഹമുള്ളവർ സുബഹിക്ക് ശേഷം ഉറങ്ങിക്കോ. തഴവ ഉസ്താദിന്റെ വരികളാണ്. ഇന്ന് നമ്മുടെ തലമുറ നിലനിർത്തി പോരുന്ന ഒരു അമലുണ്ടെങ്കിൽ 100 വട്ടം സുബ്ഹാനല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് ഒന്നുമല്ല. മോനെ, റമദാൻ മുതൽ നീ ചെയ്യുന്ന അമലേതാ? സാധാ റമദാൻ കഴിഞ്ഞ എല്ലാ ദിവസവും സുബഹി കഴിഞ്ഞ് അരമണിക്കൂർ ഉറങ്ങും. അന്ന് മുതൽ ചെയ്തു വന്ന ആചാര അനുഷ്ഠാനങ്ങൾ ഞങ്ങൾക്ക് യാതൊരുവിധ വിട്ടുവീഴ്ചയില്ല. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ സുബഹി കഴിഞ്ഞ് ജമാഅത്തായിട്ട് ഉറങ്ങും. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എന്നാ തുടങ്ങി വെച്ച് റമദാനിൽ തുടങ്ങിയ ഒരു ശൈലി നമ്മൾ ഇപ്പോഴും നിലനിർത്തിക്കൊണ്ടുവരിക. ഇന്നിപ്പോ രാവിലെ ഉറങ്ങി, തഹജ്ജുദ് നിസ്കരിച്ചാണോ? ഒന്നുമല്ല, രാവിലെ അത്താഴം കഴിച്ചു. 3 പൊറോട്ട 4 ചിക്കൻ കറി അടിച്ചിട്ട് മിന്നി കിടന്നുറങ്ങി. ഫുഡ് കഴിച്ചാൽ സാധാരണ ആരോഗ്യം വരിക വേണ്ടത്. നമ്മുടെ കേരളീയ സ്വഭാവം എന്താണ്? ഒരു ബിരിയാണി പോയി കഴിച്ചാൽ, ഓടിത്തുരുത്തി പോയി കഴിച്ചാൽ, ഞായറാഴ്ച ദിവസം ഫുഡ് കഴിച്ചാൽ പിന്നത്തെ പരിപാടി ഉറങ്ങണം. അന്നത്തെ അസർ പോയി. അല്ലാഹു നമ്മളെ കാക്കട്ടെ. സുബഹി കഴിഞ്ഞ് ഉറക്ക. അതുകൊണ്ടാണ് മക്കൾക്കൊന്നും ബറക്കത്തില്ലാത്തത്. നമ്മുടെ മക്കളൊക്കെ തേരാപ്പാര ഇങ്ങനെ നടക്കുക, ജോലിയില്ല, കൂലിയില്ല. പഠിച്ചു, +2 കഴിഞ്ഞു, BA കഴിഞ്ഞു, എമ്മാകുന്ന അഭിവൃദ്ധിയിലേക്ക് അദ്ദേഹം എത്തി. മാമികൾ രേഖപ്പെടുത്തുക. അള്ളാഹു മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. അതിരാവിലെയാണ് ബിസിനസ്സിന് ഇറങ്ങേണ്ടത്. അതിരാവിലെ ഇറങ്ങി മഴയല്ലേ കഴിയട്ടെ എന്ന് പറഞ്ഞ് വീട്ടിൽ പോയിച്ചു കിടക്കും. രാവിലെ ഇറങ്ങണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തില്ലയോ? അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മതി ഫീ ബുകൂരിഹാ. അല്ലാഹുവേ, പടച്ചറബേ, എന്റെ സമുദായത്തിന്റെ പ്രഭാതത്തിൽ നീ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്, ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. ഹബീബായ നബി തങ്ങൾ ദുആ ചെയ്തതാകുന്ന ആ ഒരു അവസരം, ആ ഒരു ബറക്കത്ത് പ്രിയപ്പെട്ട മുസ്ലിമേ നമുക്ക് നേടിയെടുക്കണ്ടേ സോദരാ. അതിരാവിലെ തുടങ്ങണം നല്ല അമലുകൾ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. 2 നിർത്താൻ ഇതും കൂടെ പറഞ്ഞിട്ട് ദുആയിലേക്ക് കിടക്കാം. എന്താ രണ്ടാമത്തത്? ഒരു ഭക്ഷണത്തെയും നിസ്സാരപ്പെടുത്തൂല. ആര്? ഫിർഔൻ. കുതിരപ്പുറത്ത് ഇങ്ങനെ പോവാൻ. അപ്പൊ ഇവിടെ എന്താ കിടക്കുന്നതായിട്ട് കണ്ടു. നോക്കുമ്പോ ഒരു റൊട്ടി കഷാണ്. ഫിർഔൻ ചാടി ഇറങ്ങും. അല്ലാഹു ശപിച്ചവനാണ്. പക്ഷെ എന്നിട്ടും അവന്റെ നന്മയാർന്ന ഒരു പ്രവർത്തനം അല്ലാഹ് പറയാൻ ഇറങ്ങിയിട്ട് ആ റൊട്ടി കഷ ഇങ്ങനെ പകുതിയുള്ളൂ. ആരോ കഴിച്ചിട്ട് ചവച്ചു ഉപ്പിട്ടേ അതെടുക്കും. ആ നിലത്ത് ഭയങ്കര തിരക്കാ. പടയാളികൾ ഇങ്ങനെ പുറകെ ഉണ്ട്. അതിന്റെ പൊടിപടലകൾ ഇങ്ങനെ കൊണ്ട് മരുഭൂമി ഇങ്ങനെ തത്തിക്കളിക്കുമ്പോഴും ഇവൻ ഇറങ്ങിയിട്ട് ആ ഇത് എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ആ പൊടി ഇങ്ങനെ തട്ടിക്കളയും. അവന്റെ വസ്ത്രത്തിൽ വെച്ചിട്ട് അതിൻ്റെതാകുന്ന പൊടി തട്ടിയിട്ട് അത് സൂക്ഷിക്കും. ഒന്നില്ലെങ്കിൽ അവൻ കഴിക്കും, അല്ലെങ്കിൽ കൂടെയുള്ളവർ കഴിക്കും. നമ്മളോ ചോറിങ്ങനെ വിളമ്പി ഇടുമ്പോ തന്നെ 2 തവി ഇവിടെ പോയിട്ടുണ്ട് ഹാജിയാര്. നമ്മളത് എടുക്കാൻ കാശ് ഇഷ്ടം പോലെ ഇരിക്കും. ലക്ഷക്കണക്കിന് രൂപ അല്ല, 1-ാം തരം സുപ്ര വിരിച്ചിരിക്കും. ഇതിനകത്തോട്ട് ഒരു വറ്റി വീണുമ്പോൾ അതിങ്ങ് എടുക്കണ്ടേ? എടാ, മണ്ണി വീണാൽ തന്നെ അതെടുത്ത് കഴുകി കഴിക്കണ്ടേ? ചോറ് കളയരുതേ, വിളമ്പി നിലത്ത് പൊഴിയരുതേ. 1 മണി അരിക്ക് പെരിയവൻ കൊടുത്ത പദവിയും മഹത്വമേറിയതാ. ശിഫയത് മുഴുക്കയാക്കിയതാ. തഴവാ ഉസ്താദിന്റെ വരികളാണ്. ഈ വരി നിങ്ങൾ അവിടെ ഇവിടെ നോക്കിയാൽ മൊബൈലിലൊന്നും കിട്ടൂല. ഇത് സ്വന്തം ഭാര്യയ്ക്ക്, എൻ്റെ ഉമ്മാടെ ഉമ്മാക്ക് എഴുതിയ കത്തിലുള്ള വരികളാണ്. മലബാറിലേക്ക് വാതിന് പോകുമ്പോ സ്വന്തം ഭാര്യയ്ക്ക് കത്തെഴുതും. ആ കത്തിലുള്ള വരികളാണ്. കഥകടയ്ക്കാതെ ഉറങ്ങരുതേ നീ നോക്കാതെ, ഞാനത് റെഡിക്കടച്ചെന്നുറപ്പ് പലരും നിനക്ക് തന്നാലും, കഥകുകൾ അടഞ്ഞ് കണ്ടാലും. ഒരു ഭർത്താവ് തന്റെ ഭാര്യയ്ക്ക് എഴുതുന്ന കത്താണ്. 60-70 ദിവസമാണ് തുടർച്ചയായിട്ട് വാത്. കോഴിക്കോട് കൊച്ചിച്ചിറയിൽ പോയി 67 ദിവസം തുടർച്ചയായി വാത് പറഞ്ഞു. ഈമാൻ എന്ന വിഷയത്തെ ആസ്പദമാക്കി
എത്ര ദിവസം? 2 മാസവും ചില്ലറ ദിവസവും. അത് കഴിഞ്ഞോ? ഇല്ല. ബഹുമാനപ്പെട്ടവരുടെ വാഴ അത്രമാത്രം സ്വീകാര്യതയായിരുന്നു. എന്നിട്ടും വിഷയം തീർന്നില്ല. പിറ്റത്തെ കൊല്ലം 1 മാസം കൂടി ഡേറ്റ് കൊടുത്തിട്ടാണ് ഈമാൻ എന്നൊരു വിഷയം സംസാരിച്ചു തീർന്നത്. ഇങ്ങനെ ലോകത്ത് പ്രസംഗിച്ച നമ്മുടെ അറിവിൽ ഒരു പണ്ഡിതനില്ല. അള്ളാഹു ഒരിടത്ത് ഈ ദറജ ഉയർത്തുമാറാവട്ടെ. നമ്മുടെ കേരളത്തിൽ ഇല്ലായിട്ടില്ല. മനസ്സിലാകുന്നുണ്ട്? 2 മാസമൊക്കെ തുടർച്ചയായിട്ട് ഒരു വിഷയം വെച്ച് വാദം പറയാൻ. സുബ്ഹാനല്ലാഹ്, അള്ളാഹു എടുത്ത ദറജ ഉയർത്തുമാറാവട്ടെ. 2-3 വരിയും കൂടെ പാടിയപ്പോൾ അള്ളാഹു നമ്മുടെ ഉസ്താദുമാർക്കൊക്കെ ദീർഘായുസ്സ് നൽകട്ടെ. ഇവിടെ ശ്രദ്ധിക്കണം. അപ്പൊ എന്താ? കഥകടയ്ക്കാതെ ആദ്യം കൊടുക്കാണ്. കത്തിന്റെ തുടക്കം തന്നെ എങ്ങനെയാണ്? കഥകടയ്ക്കാതെ ഉറങ്ങരുതേ നീ നോക്കാതെ, ഞാനത് റെഡിക്കടച്ചെന്നുറപ്പ് പലരും നിനക്ക് തന്നാലും, കഥകുകൾ അടഞ്ഞ് കണ്ടാലും അടുത്ത് ചെന്നിടണേ, അടിമുടി അടക്കി നോക്കിടണേ, അതിനൂടെ കൊളുത്തു സാക്ഷകൾ ശരിക്ക് വീണത് പിടിച്ചു നോക്കിടണേ, എന്നിട്ടുറപ്പിലെത്തിടണേ. കാര്യമോ ശരിയാ, പക്ഷെ നിനക്കിതും കളിയാ, എന്നാൽ മുബശ്ശിറായ റസൂല് തന്നത് പരസ്യമാക്കിയതാ, ഗൗരവമുണ്ട് കൂടിയതാ. പശുവിനൊക്കെയുമേ നിത്യമിൽ കാടി നൽകണമേ, അവയുടെ ദാഹമൊക്കെ ശരിക്ക് തീർത്ത് വിശപ്പടക്കിടണേ, വാജിബ് തന്നിതോർത്തിടണേ. ഇങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ട് പറയാൻ. ചോറ് കളയരുതേ, വിളമ്പി നിലത്ത് പൊഴിയരുതേ, 1 മണി അരിക്ക് പെരിയവൻ കൊടുത്ത പദവിയും മഹത്തമേറിയതാ, ശിഫയത് മുഴുക്കയാക്കിയതാ. അതൊരൊറ്റ വറ്റ് പോലും കളയാതെ കഴിക്കണം. അതിലാണ് ബർക്കത്ത്. ഞാൻ ചോദിക്കട്ടെ സഹോദരങ്ങളെ, ഇന്ന് നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടാണ് വന്നെങ്കിൽ എന്താണ് നമ്മുടെ അവസ്ഥ? ഇന്നത്തെ വൈകിട്ടത്തെ ഭക്ഷണം നമ്മൾ പറയല്ലോ, ഉസ്താദേ എത്ര കിട്ടിയാലും കൊണ്ട് മതിയാകുന്നില്ല. അതെന്താ കാരണം എന്നറിയോ? അന്നത്തെ ബഹുമാനിക്കാത്തവനെ അന്നം തരുന്ന അള്ളാഹു ബഹുമാനിക്കില്ല, നിന്ദിക്കും. അന്നത്തെ നിന്ദിക്കുന്നവനെ അന്നം തരുന്ന അള്ളാഹു നിന്ദിക്കും. ഈ സമുദായത്തിലുണ്ടായ നാശം നമ്മളിന്ന് വേസ്റ്റ് ആക്കാണ്. ഇഷ്ടം പോലെ വേസ്റ്റ് ആക്കുക. നല്ല വൃത്തിക്ക് വിളമ്പാനാണ് ഒരുത്തനെ ശമ്പളം കൊടുത്തിട്ട് വിളമ്പാനായിട്ട് ഞായറാഴ്ച ദിവസം നിർത്തിയത് സർവീസ്. എന്നിട്ട് അവന്റെ വിളമ്പലം 2 കഷ്ണം ഉടുപ്പേരും നിർമ്മിച്ചു ഹലാക്ക്. 5 ദിവസത്തേക്ക് ഇടാൻ വേണ്ടി ഇട്ട കമ്മീസാണ്. അവൻ ഒറ്റ ദിവസം കൊണ്ട് ഹറാബാണ്. മലയാളി കാശുകാരൻ. ഫിരൗൻ 2ാമനാണ്. നല്ല കാശുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. 2 പീസ് കോഫി, ചായ, ഇടിയപ്പം, മൊറോട്ടി, പത്തിരിയപ്പം, ദോശ, പൊട്ട്, ഇറച്ചി, മൊട്ടോസ്, കിഴങ്ങരി, കേക്ക്, മുറുക്ക്, അച്ചപ്പം, നെയ്യപ്പം, സുഖിയൻ, ബോളി, വെപ്പടകൂടി, ജിലേബി, അൽബൂരി, മിച്ചർ, ഹൽവ, പിടിച്ചോ. എല്ലാ സാധനവും കൊടുത്തു. ഇതെങ്ങനെ പഠിച്ചത്? ഞാൻ പണ്ട് കരുനാഗപ്പള്ളി പഠിക്കുമ്പോൾ തഴവായിലവിടെ ഓതുമ്പോൾ അവിടെ ചോദ്യത്തെന്ന് പറഞ്ഞ ഹോട്ടലുണ്ട്. ഇപ്പൊ രാവിലെ സുബൈ കഴിഞ്ഞിട്ട് അവിടെ ചായ കുടിക്കാൻ വേണ്ടി എവിടെയാണ് പോടുന്നത്? ദറസിലെ കുട്ടികൾക്കൊക്കെ ഫ്രീ ആണ് അവിടെ. അപ്പൊ അവിടെ ബോർഡ് ഇങ്ങനെ ഉണ്ടാവും. ആ ബോർഡ് ഇങ്ങനെ നോക്കി എല്ലാ ദിവസവും ഇതിങ്ങനെ കാണുമല്ലേ. അങ്ങനെ ഹിഫ്ള് ചെയ്ത് പഠിച്ചു. കാരണം ഇത് കുറെ നാൾ കഴിയുമ്പോൾ നമുക്ക് ഈ ജോലിയൊന്നും ഇല്ലെങ്കിലും ഹോട്ടലിൽ പോയി നിന്നെങ്കിലും കാര്യങ്ങൾ നടക്കണ്ടേ. അതിനുവേണ്ടി പഠിച്ചു വെച്ച് അള്ളാഹു നമ്മളെയൊക്കെ സാലിഹ്യങ്ങളെ ചേർക്കട്ടെ. ഇവിടെ ശ്രദ്ധിക്കണേ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ രീതിയിൽ നമ്മൾ ധൂർത്തും ദുർവ്യവും ഇന്നത്തെ സമൂഹത്തിൽ വല്ലാതെ കൂടിയിരിക്കുകയാണ്. അത് വലിയ വിഷയം തന്നെയാണ് കേട്ടോ, നിസ്സാര വിഷയമല്ല. ഭക്ഷണത്തെ നിസ്സാരപ്പെടുത്തിയിരുന്നു. ഒരല്പം വെള്ളമാണെങ്കിൽ പോലും മക്കളോട് ഇരുന്ന് ബിസ്മില്ലിൽ കൃത്യമായി നിയ്യത്ത് വെച്ച് കുടിക്കാൻ. നിസ്സാരമാക്കരുത്. എല്ലാം ഉണ്ട്, പക്ഷെ ഒന്നുമില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. നമ്മുടെ അവസ്ഥ എല്ലാം ഉണ്ട്, പക്ഷെ ഒന്നുമില്ല. ആ എല്ലാ തരത്തിലേക്കും പൂർത്തിയാക്കണമെങ്കിൽ അന്നത്തെ ബഹുമാനിക്കും, എങ്കിലേ അന്നം തരുന്ന അള്ളാഹു നമ്മളെ ബഹുമാനിക്കുള്ളൂ. ഫിർഔനിലുണ്ടായ ക്വാളിറ്റി അതാണ് എന്ന് അള്ളാഹു എന്നോട് പറഞ്ഞതായി മൂസാ നബി അലൈഹിസ്സലാം മനസ്സിലാക്കി. നമുക്ക് ആ ക്വാളിറ്റി ഉണ്ടാക്കണം. അതിനാണ് ഇപ്പൊ ഈ ദിവസം ഇന്നത് പറഞ്ഞത്. അള്ളാഹു നമുക്ക് ആ ക്വാളിറ്റി നൽകി അനുഗ്രഹിക്കട്ടെ. അതിലൂടെ അവനിലുള്ളതാകുന്ന എല്ലാ ദുശീലങ്ങളും, അഹങ്കാരവും, കിബറും അതൊക്കെ മാറ്റണം. ആഖിറത്ത് ലക്ഷ്യം വെച്ച് അള്ളാഹുവിന് തൗഫീഖ് നൽകണേ അല്ലാ. നീ തൗഫീഖ് നൽകണേ അല്ലാ. ആഖിറത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരായി ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലാ. ആ രീതിയിൽ പ്രവർത്തിക്കാൻ
പ്രവർത്തിക്കുമ്പോഴാണ് വിലായത്തിന്റെ മർത്തബയിലേക്ക് എത്തുക. അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. ഈമാനിന്റേതാകുന്ന അചഞ്ചലമാകുന്ന അവസ്ഥയിലേക്ക് നീ എത്തിപ്പെടുമ്പോഴാണ് ഫിർഔനും കൂട്ടാളികളും ക്രൂശിക്കുമ്പോഴും കൊണ്ടുവന്ന് പച്ചയ്ക്ക് കൊണ്ടുവന്ന് പരയിലേക്ക് കൊണ്ടുവന്ന് ആണിയടിക്കുമ്പോഴും വിളിച്ചു പറയുകയാണ് ആമന്നാ ബിറബ്ബി മൂസാ വഹാറൂൻ, ഞങ്ങൾ മൂസാ നബിയുടെയും ഹാറൂനിന്റെയും റബ്ബിനെ കൊണ്ട് വിശ്വസിച്ചു എന്ന് പറയുന്ന വഹ്ദാനിയത്തിലേക്ക് മുസ്ലിമേ നീ എപ്പോഴാണ് കടന്നു വരുന്നത്? ഏത് അധികാരത്തിലേക്ക് ആര് വരട്ടെ, ഏതൊക്കെ നിലയിൽ മുസ്ലിമേ നിന്നെ ക്രൂശിക്കട്ടെ, സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി നിന്റേതാകുന്ന എല്ലാ അവസ്ഥകളിലും പ്രയാസപ്പെടുത്തട്ടെ, അപ്പോഴൊക്കെ അല്ലാഹു അഹദ് അല്ലാഹു അഹദ് അല്ലാഹു അഹദ് പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ദീനിൽ അടിയുറച്ച് നിലനിൽക്കാൻ വേണ്ടി പരിശ്രമിച്ചതായ ബഹുമാനപ്പെട്ട ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു അല്ലാഹു നൽകിയ ഈമാൻ നിന്റെ ഹൃദയത്തിലുണ്ടാവട്ടെ. അല്ലാഹു അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു നൽകിയ ഈമാൻ നിന്റെ ഹൃദയത്തിലുണ്ടാവട്ടെ. സുഹദാക്കളാകുന്ന സഹാബത്തിനെ പടച്ച റബ്ബ് കൊടുത്തതായ ഈമാൻ നിന്റെ ഹൃദയത്തിലുണ്ടാവണം. ഒരു നിലയ്ക്കും നീ ഈമാൻ കളഞ്ഞു കുടിക്കാൻ പാടില്ല. വകാനൂ യത്തഖൂൻ, അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് നമസ്കാരങ്ങളെ ചിട്ടവെച്ച്, നോമ്പുകളെ കൃത്യത വെച്ച്, സക്കാത്തുകളെ കൊടുത്തു വീട്ടി, പാവങ്ങളുടെ കണ്ണീരുപ്പി, നിരാലംബർക്ക് അവലംബമായി, നിരാശരർക്ക് ആശ്രയത്വം കൊടുത്ത്, യതീമീങ്ങളെ പരിപൂർണമായി സംരക്ഷിച്ച്, പാവപ്പെട്ട അനാഥ മക്കളെ സംരക്ഷിച്ച്, പാവപ്പെട്ട വിധവകൾക്ക് പരിപൂർണമായ സംരക്ഷണം കൊടുത്ത്, നാട്ടിലുള്ള പട്ടിണി പാവങ്ങൾക്ക് പരിപൂർണമായി അവരുടെ ജീവിത വ്യവഹാരങ്ങളിൽ ഞാൻ ശ്രദ്ധ ചെലുത്താമെന്ന് പറഞ്ഞുകൊണ്ട് നിലകൊണ്ട് പള്ളിയുടെയും മദ്രസയുടെയും വിഷയങ്ങളിലൊക്കെ പരിപൂർണമായി മുൻപന്തിയിൽ നിന്നുകൊണ്ട് ആഖിറത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഭയത്തോടുകൂടിയുള്ള ജീവിതം നയിക്കുന്നവരെ, അന്യ സ്ത്രീ പുരുഷന്മാരുമായിട്ടുള്ള ബന്ധം പുലർത്താതെ, അന്യപര പുരുഷന്മാരുമായിട്ടുള്ള ബന്ധം സ്ത്രീകൾ പുലർത്താതെ ആഖിറത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് കണ്ണിനെ, കാതിനെ, ശരീരത്തിന്റെ അവയവങ്ങളെ പരിപൂർണമായി കൂച്ചുവിലങ്ങിട്ടുകൊണ്ട് ജീവിക്കുന്നവരെ, അവരാണ് യഥാർത്ഥ അല്ലാഹുവിന്റെ വിലായത്ത് എത്തിച്ചവരെന്ന് പരിശുദ്ധമായ ഖുർആൻ. അത്തരത്തിലുള്ള മഹോന്നതരല്ലേ പതിയാങ്കര ഉസ്താദ്. അതുകൊണ്ടല്ലേ ഈ നാട് ഒട്ടാകെ അവരെ ഏറ്റെടുത്തത്. ഈ സമൂഹത്തിലും സമുദായത്തിലും എന്തിനേറെ ഇതര സമുദായത്തിലുള്ള ആളുകൾക്ക് വരെ ഗുണകാംക്ഷകരായി വർത്തിച്ചിരുന്നവരല്ലേ കുഞ്ഞഹമ്മദ് ഉസ്താദ്. അല്ലാഹുവേ അവിടുത്തെ ദറജ ഉയർത്തണേ അല്ലാ. അവർ കാണിച്ചു തന്ന ഈമാനിന്റെ തായ്വടി അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ഞങ്ങൾക്കും തൗഫീഖ് നൽകണേ അല്ലാ.